ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാദമി. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻ ബസേരമേം എന്നുള്ള ഒരു പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത്. റെയിൻ ബസേരമേം എന്നുള്ള ഒരു വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവും? എന്താണ് റെയിൻ ബസേരമേം എന്ന് വെച്ചാൽ രാത്രി തങ്ങാനുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. അതായത് സത്രം അല്ലെങ്കിൽ വഴിയമ്പലങ്ങൾ അങ്ങനെയൊക്കെ പറയാം. റെയിൻ ബസേരമേം എന്ന് വെച്ചാൽ ഈ റെയിൻ ബസേരമേം എന്ന് പറഞ്ഞിട്ടുള്ള പാഠം എന്ത് വിധയാണ്? ഇതൊരു യാത്രാവൃത്താണ്. യാത്രാവൃത്ത് എന്ന് വെച്ചാൽ എന്താ മക്കളെ? അതെ, യാത്രാ വിവരണം അല്ലെങ്കിൽ എന്താ ട്രാവലോഗ്, അതൊക്കെയാണ് യാത്രാവൃത്ത് എന്ന് പറയുന്നത്. എന്താണ് പേര്? റെയിൻ ബസേരമേം എന്നാണ് നമ്മുടെ ഈ ഒരു പാഠത്തിന്റെ പേര്. നമ്മൾ ഇതിനു മുന്നേ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ഗിഡ്കി എന്നുള്ള ഒരു പാഠഭാഗം പഠിച്ചു. അത് എന്തായിരുന്നു? ഒരു ലഘുകഥ, ഒരു ചെറിയ ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഹൈക്കു കാവ്യങ്ങളാണ് പഠിച്ചത്. ഒരു 3 ഹൈക്കു കാവ്യങ്ങൾ, ഫേമസ് ആയിട്ടുള്ള 3 ഓതേഴ്സ് എഴുതിയിട്ടുള്ള 3 ഹൈക്കൂസ് ആണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? അതെ, യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. ഒരു 3 ചാപ്റ്ററും യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു അല്ലെ. ഇങ്ങനെ ഈ 3ാമത്തെ പാഠമായിട്ടുള്ള ഈ റെയിൻ ബസേരമേം എന്നുള്ളതും യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു യാത്രാ വിവരണം കൂടിയാണ് അല്ലെ. അപ്പോ റെയിൻ ബസേരമേം നമ്മുടെ പുതിയ ഒരു പാഠത്തിന്റെ പേരാണ് റെയിൻ ബസേരമേം. ആരെഴുതിയതാണ്? അമൃത്ലാൽ വേഗഡ് എഴുതിയിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ് റെയിൻ ബസേരമേം എന്ന് വെച്ചാൽ. നമ്മുടെ പാഠം തുടങ്ങാണ്. എന്തായിരുന്നു റെയിൻ ബസേരമേം എന്ന് വെച്ചാൽ? സത്രം അല്ലെങ്കിൽ വഴിയമ്പലങ്ങൾ, രാത്രി തങ്ങാനുള്ള സ്ഥലം, ഇതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? റെയിൻ ബസേരമേം എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി തങ്ങാനുള്ള ഒരു സ്ഥലമായിട്ടായിരുന്നു എന്തിനെ കണക്കാക്കിയിരുന്നത്? സത്രങ്ങൾ എന്ന് പറയും അല്ലെ. ഈ റെയിൻ ബസേരമേം അവിടെ ആയിരുന്നു ഇവര് താമസിക്കുക. രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് രാത്രി തങ്ങാനുള്ള ഒരു സ്ഥലം, അതാണ് റെയിൻ ബസേര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാഠം തുടങ്ങാണ്. എങ്ങനെയാ തുടങ്ങുന്നത്? തീരെ തീരെ നർമ്മദ, അമൃത്ലാൽ വേഗഡ് കി നർമ്മദ പദയാത്രവും കാ വൃത്താന്ത ഹേ. തീരെ തീരെ നർമ്മദ എന്ന് വെച്ചാല് അമൃത്ലാൽ വേഗഡിന്റെ നർമ്മദ പദയാത്രവും കാ വൃത്താന്ത ഹേ. അമൃത്ലാൽ വേഗഡിന്റെ പദയാത്ര എന്ന് വെച്ചാല് കാൽനട യാത്രകൾക്കാണ് എന്ത് പറയുന്നത്? പദയാത്ര എന്ന് പറയുന്നത്. കാൽനട യാത്ര, അതാണ് പദയാത്ര. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃത്ലാൽ വേഗഡിന്റെ നർമ്മദ പദയാത്രവും വൃത്താന്ത ഹേ. നർമ്മദ പദയാത്രകളുടെ വിവരണമാണ് എന്ത്? തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃത്ലാൽ വേഗഡിന്റെ നർമ്മദ കാൽനട യാത്രകളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് എന്ത്? തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത്. പ്രഥം പദയാത്ര ഉന്നോനെ അപ്നെ 50 സാൽ കി ആയു മേം 1977 में की. അദ്ദേഹം എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാൽനടയാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഥം പദയാത്ര, ആദ്യത്തെ കാൽനട ഉന്നോനെ അപ്നെ 50 സാൽ കി ആയു മേം, അദ്ദേഹത്തിന്റെ 50ാമത്തെ വയസ്സിലാണ് തുടങ്ങിയിട്ടുള്ളത്. എപ്പോഴായിരുന്നു വർഷം? 1977, 1977 ആദ്യത്തെ കാൽനടയാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. और अंतिम 2009 में, അവസാനത്തേത് എപ്പോഴായിരുന്നു? 2009 ഉണ്ടായിരുന്നത്. ഇൻ 30 വർഷം കെ ദൗരാൻ, ഈ ഒരു 33 വർഷത്തിനിടയ്ക്ക്, ദൗരാൻ എന്ന് വെച്ചാല് ഇടയിൽ എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു കാലയവധിക്കുള്ളിൽ എന്താണ്? ഇൻ 30 വർഷം കെ ദൗരാൻ, ഈ ഒരു 33 വർഷത്തിനിടയിൽ കീ ഗയി ചെയ്ത കരീബ് എത്രയാണ്? ഏകദേശം 4000 കിലോമീറ്റർ കി, അതായത് 4000 കിലോമീറ്റർ പദയാത്രവും ക വൃത്താന്ത ഹേ. 4000 കിലോമീറ്റർ, ഈ ഒരു 33 വർഷത്തിനിടയിൽ ചെയ്തിട്ടുള്ള 4000 കിലോമീറ്ററോളം ഏകദേശം നടന്നിട്ടുള്ള ആ ഒരു വിവരണങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണമാണ് എന്ത്? പദയാത്ര, കാൽനട യാത്രകളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് എന്ത്? തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത്. इस सिलसिले में अपने सहायक छोटू के साथ 11 अक्टूबर 1997 को की गई पदयात्रा के अनुभव यहाँ दिए गए हैं. ഈ ഒരു അവസരം, ഇത് ഏത് അവസരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു
കാര്യമാണ്? അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്രണ്ടായിട്ടുള്ള സഹായിയായിട്ടുള്ള ചോട്ടുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് 11 അതായത് 11 ഒക്ടോബർ 1977 ഒക്ടോബർ 11 അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്രണ്ടായിട്ടുള്ള ചോട്ടുവിന്റെ കൂടെ ചോട്ടുവിനോടൊപ്പം ചെയ്തിട്ടുള്ള ഒരു കാൽനട യാത്രയുടെ അനുഭവങ്ങളാണ് എന്താ ഈ ഒരു യാത്രാ വിവരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു യാത്രാവൃത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അമൃത്ലാൽ വേഗഡ് തന്റെ സഹായിയായിട്ടുള്ള ചോട്ടുവിനോടൊപ്പം സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, അതാണ് ഈ ഒരു ട്രാവലോഗിലൂടെ പറയുന്നത്. അമൃത്ലാൽ വേഗഡ് നമ്മുടെ ഓഥറെ കുറിച്ചിട്ട് പറയാണ്. എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ ജന്മമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒക്ടോബർ 3, 1928 അദ്ദേഹത്തിന്റെ ജനനം. മരണം എപ്പോഴായിരുന്നു? ജൂലൈ 6, 2018 അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത്. 2018 അദ്ദേഹത്തിന്റെ മരണം. മരണം എപ്പോഴായിരുന്നു? ജൂലൈ 6, 2018 അദ്ദേഹത്തിന്റെ മരണം. അമൃത്ലാൽ വേഗഡ് കാ ജന്മ മധ്യപ്രദേശ് മേ ഹുവ. അമൃത്ലാൽ വേഗഡിന്റെ ജനനം എവിടെയായിരുന്നു? മധ്യപ്രദേശിലായിരുന്നു ജനിച്ചിരുന്നത്. ഉന്നോനെ 1948 അദ്ദേഹം 1948 മുതൽ 1953 തക് 1953 വരെ ശാന്തി നികേതൻ മേ കലാക്ക അധ്യയൻ കിയ. ശാന്തി നികേതനിൽ എന്താ? കലാക്ക അധ്യയൻ, അതായത് കല അഭ്യസിച്ചിരുന്നു. 1948 തൊട്ടിട്ട് എത്ര വരെ? 1948 1953 തക് 1948 തൊട്ടിട്ട് 1953 വരെ എന്താ? ശാന്തി നികേതനിൽ കല അഭ്യസിച്ചിരുന്നു. വേ നർമ്മദാവൃതി ചിത്രകാർ ഓർ ലേഖക് ഹേ. അദ്ദേഹം എന്താ? നർമ്മദാവൃതി ഒരു ചിത്രകാരനും ലേഖകനും കൂടിയായിരുന്നു. മധ്യപ്രദേശ് ശാസൻ കെ സംസ്കൃതി വിഭാഗ് ദ്വാര രാഷ്ട്രീയ ശരത് ജോഷി സമ്മാൻ, കേന്ദ്ര സർക്കാർ ദ്വാര മഹാപണ്ഡിത് രാഹുൽ സാങ്കൃത്യായൻ പുരസ്കാർ, വിദ്യാനിവാസ് മിശ്ര സ്മൃതി സമ്മാൻ ആദി സേ വേ പുരസ്കൃത ഹേ. എന്തൊക്കെയാണ് പറയുന്നത്? മധ്യപ്രദേശ് ശാസൻ കെ സംസ്കൃതി വിഭാഗ് ദ്വാര, അതായത് മധ്യപ്രദേശ് ശാസൻ എന്ന് വെച്ചാൽ എന്താ? സർക്കാരിനാണ് ശാസൻ എന്ന് പറയുന്നത്. മധ്യപ്രദേശ് സർക്കാരിന്റെ സംസ്കൃതി വിഭാഗ് ദ്വാര, അതായത് സാംസ്കാരിക വകുപ്പ് രാഷ്ട്രീയ ശരത് ജോഷി സമ്മാൻ, അതായത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള രാഷ്ട്രീയ ശരത് ജോഷി സമ്മാൻ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളുടെ പേരാണ് പറയുന്നത്. രാഷ്ട്രീയ ശരത് ജോഷി സമ്മാൻ, കേന്ദ്ര സർക്കാർ ദ്വാര മഹാപണ്ഡിത് രാഹുൽ സാങ്കൃത്യായൻ പുരസ്കാർ, വിദ്യാനിവാസ് മിശ്ര സ്മൃതി സമ്മാൻ. ഇത്രയും പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. രാഷ്ട്രീയ ശരത് ജോഷി സമ്മാൻ, കേന്ദ്ര സർക്കാർ ദ്വാര മഹാപണ്ഡിത് രാഹുൽ സാംസ്കൃത്യായൻ പുരസ്കാർ, വിദ്യാനിവാസ് മിശ്ര സ്മൃതി സമ്മാൻ. ഇത്രയും പുരസ്കാരങ്ങളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സൗന്ദര്യക്കി നദി നർമ്മദ, അമൃതസ്യ നർമ്മദ, തീരെ തീരെ നർമ്മദ ആദി ഉൻകി പ്രസിദ്ധ രചനായും ഹേ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയായിരുന്നു? ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാട്ടോ. ഏതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ രചനകള്? സൗന്ദര്യക്കി നദി നർമ്മദ, അമൃതസ്യ നർമ്മദ, തീരെ തീരെ നർമ്മദ. ഏതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത്? സൗന്ദര്യക്കി നദി നർമ്മദ, പിന്നെ അമൃതസ്യ നർമ്മദ, തീരെ തീരെ നർമ്മദ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളായിരുന്നു. എല്ലാത്തിലും എന്താകണ്ടോ? നർമ്മദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചനകളാണ് എല്ലാം. സൗന്ദര്യക്കി നദി നർമ്മദ, അമൃതസ്യ നർമ്മദ, തീരെ തീരെ നർമ്മദ. ഇതൊക്കെ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളായിരുന്നു. നമ്മുടെ പാഠം തുടങ്ങുകയാണ് അല്ലെ. ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുകയാണ്. നമുക്ക് നോക്കാം. യാത്രകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ് അല്ലെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെ, അമൃത്ലാൽ വേഗഡും അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള ചോട്ടു, ഇവര് രണ്ടുപേരും കൂടി ഒരു യാത്ര നടത്തുമ്പോൾ അതിനിടയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള ഒരു യാത്രാ വിവരണമാണ് എന്ത്? റെയിൻ ബസേരെ മേം എന്നുള്ള നമ്മുടെ ഈ ഒരു പാഠത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. രാത് കോ ദോടി ദേർ കെ ലിയെ മേം ബാഹർ നിക്കൽ ആയ और आकाश तले बैठ गया. എന്താണ് പറയുന്നത്? രാത് കോ ദോടി ദേർ കെ ലിയെ, രാത്രി കുറച്ച് സമയം എന്താക്കി? ദോടി ദേർ കെ ലിയെ കുറച്ച് സമയം മേം ബാഹർ നിക്കൽ ആയ, രാത്രി ഒരു ചെറിയൊരു ഇടവേളയിൽ ഞാൻ എന്താ പുറത്തേക്ക് വന്നു.
ഓർ ആകാശ് തലേ ബൈഠ് ഗയ, ആകാശത്തിന് താഴെയായി, അല്ലെങ്കിൽ എന്താ ആകാശത്തിന് താഴെയായിട്ട് ഇരുന്നു, ചുവട്ടിലായിട്ട് ഞാൻ ഇരുന്നു. താരേ ഐസേ ലഗ് രഹേ ഥേ, എന്താ നക്ഷത്രങ്ങൾ എങ്ങനെ തോന്നി, ഏത് രീതിയിലാണ് തോന്നിയിട്ടുള്ളത്? താരേ ഐസേ ലഗ് രഹേ ഥേ മാനോ കിസിനെ ആകാശ് മേം സഫേദ് തിൽ ബിഖേർ ദിയേ ഹോ. ആകാശം അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ എങ്ങനെയായിട്ടാ തോന്നിയത്? ആകാശത്ത് ആരോ സഫേദ് തിൽ, വെള്ള കളറുള്ള എള്ള് വിതറിയ പോലെ, ആകാശത്ത് ആരോ വെള്ള നിറത്തിലുള്ള എള്ള് വിതറിയ പോലെയാണ് തോന്നുന്നത്. ബിഖേർ എന്ന് വെച്ചാൽ വിതറുക, വിതറുന്നതിനാണ് എന്ത് പറയുന്നത്? ബിഖേർ എന്ന് പറയുന്നത്. ചാന്ദ് നഹീദ, എന്താ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല, മൂൺ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ താരെ ഗുൽക്കർ സാമ്നെ ആ ഗയേ ഥേ, അതുകൊണ്ട് തന്നെ എന്താ നക്ഷത്രങ്ങളെല്ലാം വളരെ അടുത്തു നിന്നുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നു. സൂരജ് ചൽത്താ ഹേ അഖേല, എന്താ സൂരജ്, സൂരജ് എന്ന് വെച്ചാൽ എന്താ സൂര്യൻ, സൂര്യനാണ് സൂരജ് എന്ന് പറയുന്നത്. സൂരജ് ചൽത്താ ഹേ അഖേല, സൂര്യൻ എങ്ങനെയാണ് പോകുന്നത്? അഖേല, ഒറ്റയ്ക്കാണ് പോകുന്നത്. താരേ ചൽത്തേ ഹേ ജമാത് മേം, നക്ഷത്രങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ജമാത് മേം, കൂട്ടത്തോടെയാണ് എന്ത് പോകുന്നത്? നക്ഷത്രങ്ങൾ പോകുന്നത്. ജമാത്ത്, ജമാത്ത് എന്ന് വെച്ചാൽ കൂട്ടം, കൂട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? ജമാത്ത് എന്ന് പറയുന്നത്. അമാവാസ് കി രാത് കോ താരോം കാ ഭണ്ഡാര ബർത്താ ഹേ, അമാവാസ് കി രാത് കോ താരോം കാ ഭണ്ഡാര ബർത്താ ഹേ. ഭണ്ഡാര എന്ന് വെച്ചാൽ എന്താണ്? ഖജനാവ്, ഖജനാവിനൊക്കെയാണ് ഭണ്ഡാര എന്ന് പറയുന്നത്. അമാവാസ് കി രാത്, അതായത് അമാവാസി രാത്രി എങ്ങനെയായിരിക്കും? ഇരുട്ടായിരിക്കും അല്ലെ, അന്ന് ചന്ദ്രൻ ഉണ്ടായില്ല, പകരം എന്താ നക്ഷത്രങ്ങൾ മാത്രമാണ് ആകാശത്ത് കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ പറയാണ് അമാവാസ് കി രാത് കോ, അമാവാസി രാത്രിയിൽ താരോം കോ ഭണ്ഡാര ബർത്താ ഹേ, അതെ നക്ഷത്രങ്ങളുടെ ഒരു ഖജനാവ് തന്നെ എന്താ, ഭണ്ഡാര പറഞ്ഞാല് ഖജനാവ്, ഖജനാവ് തന്നെ എന്താ കൂടി നിൽക്കാണ്. ഒരു വലിയൊരു ഖജനാവ് ഇങ്ങനെ തുറന്നു നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത്രയേറെ എന്താ നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് നക്ഷത്രങ്ങൾ എന്താ ആകാശത്ത് കാണാൻ പറ്റും, അമാവാസി രാത്രിയിൽ കാണാൻ പറ്റൂലേ, അതാണ് പറയുന്നത്. ദിൻ കാ ആകാശ് ഹേ ഹൗസ് ഓഫ് ലോഡ്, ഇവിടെ ഒരു ശൈലി പറയാണ്. എന്താ പറയുന്നത്? ദിൻ കാ ആകാശ് ഹേ ഹൗസ് ഓഫ് ലോഡ്. ദിൻ എന്ന് വെച്ചാൽ ഡേ, അതായത് പകൽ സമയത്തിനെയാണ് ദിൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ദിൻ കാ ആകാശ് ഹേ ഹൗസ് ഓഫ് ലോഡ്, ഹൗസ് ഓഫ് ലോഡ് എന്ന് പറയുന്നത് എന്താ? ദിൻ കാ ആകാശ് എന്നും, രാത് കാ ആകാശ് ഹേ ഹൗസ് ഓഫ് കോമൺസ്, രാത്രിയിലെ ആകാശം എങ്ങനെയുമാണ്? ഹൗസ് ഓഫ് കോമൺസ്, അങ്ങനെയാണ് പറയുന്നത്. വിശേഷിപ്പിക്കുകയാണ് എന്താ? പകലിലെ ആകാശം എങ്ങനെയാണ്? ഹൗസ് ഓഫ് ലോഡ്, ലോഡ് എന്ന് വെച്ചാൽ എന്താ? ദൈവം, അതെ ദൈവത്തിന്റെ ഹൗസ് ആയിട്ടും. രാത്രി എങ്ങനെയാണ്? രാത് കാ ആകാശ്, രാത്രിയിലെ ആകാശം ഹൗസ് ഓഫ് കോമൺസ്, സാധാരണ അതായത് എല്ലാവരുടെയും ഹൗസ്, എല്ലാവരുടെയും വീടുമായിട്ടാണ് എന്താ പറയുന്നത്. അങ്ങനെയാണ് ഒരു ശൈലി പോലെ പറയാണ്. ദിൻ കാ ആകാശ് ഹേ ഹൗസ് ഓഫ് ലോഡ് ഓർ രാത് കാ ആകാശ് ഹേ ഹൗസ് ഓഫ് കോമൺസ്, ഈ ഒരു രീതിയിൽ പറയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് എന്താ? അടുത്ത പാരഗ്രാഫില് സുബഹ് ആകെ ബഡേ, എന്താ നേരം വെളുത്തു, നേരം വെളുക്കാണ്. പകടണ്ടി ഏകായേക് ഖതർനാക് ഹോ ഗയി, പകടണ്ടി എന്ന് വെച്ചാൽ എന്താ? പകടണ്ടി ഒറ്റയടി പാതയ്ക്കാണ് പകടണ്ടി എന്ന് പറയുന്നത്. പകടണ്ടി ഏകായേക് ഖതർനാക് ഹോ ഗയി, ഏകായേക് അതായത് മുന്നോട്ട് പോകുന്തോറും ഈ ഒറ്റയടി പാത എന്താ? ഖതർനാക്, ഖതർനാക് എന്ന് വെച്ചാല് ഭീകരമായിട്ട്, പേടിപ്പെടുത്തുന്ന, അതായത് അപകടപരമായിട്ടുള്ള, അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. ഖതർനാക് ഹോ ഗയി, അപകടകരമായിട്ടുള്ള ഇതായിട്ട് വരികയാണ്, അപകടം പിടിച്ചതായിട്ട് വരികയാണ്. ഖതർനാക്, ഈ ഒരു ഒറ്റയടിപ്പാത മുന്നോട്ട് പോകുന്തോറും എന്തായി വരികയാണ്? അപകടം പിടിച്ചതായിട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലെ. ജരാ ചൂക്കെ ഓർ സീതേ പാനീമേം, എന്താ ഒന്ന് കണ്ണ് തെറ്റിയാൽ നേരെ എവിടെ കിടക്കും? വെള്ളത്തിൽ കിടക്കും, അതാണ് പറയുന്നത്. ജരാ ചൂക്കെ ഓർ സീതേ പാനീമേം, ഒന്ന് കണ്ണ് തെറ്റിയാൽ നേരെ വീഴുന്നത് വെള്ളത്തിലായിരിക്കും. പത്തലി ഹോത്തെ ഹോത്തെ വഹ് ലുപ്ത് ഹോ ഗയി, പത്തലി പറഞ്ഞാൽ എന്താണ്? ദുർബലമായ, അതായത് ശോഷിച്ച, അതിനൊക്കെയാണ് പത്തലി എന്ന് പറയുന്നത്. പത്തലി ഹോത്തെ ഹോത്തെ വഹ് ലുപ്ത് ഹോ ഗയി, നേർത്ത വഴി എന്താണ്? നേർത്ത വഴികളാണ് വന്നുകൊണ്ടിരുന്നത്. നേർത്ത വഴികൾ എന്താ? ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഘടി ചടായി ചടുക്കൽ, അങ്ങനെ എന്താ? ഘടി ചടായി കുത്തനെയുള്ള കയറ്റം കയറിയിട്ട്, മുഷ്കിൽ സെ ഊപ്പറായി വളരെ കഷ്ടപ്പെട്ടിട്ട് എന്താ? മുകളിൽ എത്തിച്ചേർന്നു.
ലേക്കിൻ ഊപ്പർന ഘഡ്വാഡി എന്താ മുകളിൽ എന്താ കോട്ടകളൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. പകടണ്ടി എന്തായിരുന്നു, ഒറ്റയടിപ്പാതകളും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഓർ ബാദൽ മേഘങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കി ഹമേം ലഗാതാർ ദംകാ രഹേ ഥേ ഞങ്ങൾ എന്താ ഭീഷണിപ്പെടുത്തുന്ന മേഘങ്ങളായിരുന്നു മുകളിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. കുത്തനെയുള്ള കയറ്റം കയറി മുകളിൽ എത്തിയപ്പോൾ കോട്ടകളോ അല്ലെങ്കിൽ എന്താ ഇടുങ്ങിയ വഴികളോ അതായത് ഒറ്റയടി പാതകളോ ഒന്നും കണ്ടില്ല. പകരം എന്തുമാത്രം കണ്ടു? മേഘങ്ങളെ കണ്ടു. മേഘങ്ങൾ ഉരുണ്ടുകൂടി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. വേ സിമട്കർ ഘനെ കാലേ മേഘോമേം പരിവർത്തിത ഹോ രഹേ ഥേ സിമട്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഉരുണ്ടുകൂടുന്നതിനാണ് സിമട്കർ എന്ന് പറയുന്നത്. വേ സിമട്കർ ഘനെ കാലേ മേഘോമേം പരിവർത്തിത ഹോ രഹേ ഥേ വേ സിമട്കർ അതെല്ലാം എന്താ ഉരുണ്ടുകൂടിയിട്ട് ഘനെ കാലേ മേഘോമേം പരിവർത്തിത ഹോ രഹേ ഥേ എന്തായി മാറി? നല്ല കറുത്ത കാർമേഘങ്ങളായിട്ട് പരിവർത്തനം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. നല്ല കറുത്ത മേഘങ്ങളായി മാറി. ഖബീബി ബറസ് സക്തേതേ എന്താ പറയുന്നത്? എപ്പോ വേണമെങ്കിലും പെയ്യാമായിരുന്നു, മഴ എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാമായിരുന്നു. കഹീ ഏക് ആദ്മി തക് നസർ നഹി ആ രഹാ ഥാ എന്താ? കഹീ ഏക് ആദ്മി തക് അവിടെ എങ്ങും എന്താ ഒരാളെ പോലും ദൃഷ്ടിയിൽ കാണാൻ പറ്റിയിരുന്നില്ല. അതായത് ആ സമീപത്തായിട്ട് എന്താ ഒരാളെ പോലും, ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റിയിരുന്നില്ല. കിസി തരഹ് പതോഡ പഹുഞ്ചേ നമുക്ക് ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ പതോഡ എന്ന് പറയുന്നത്. പതോഡ ഒരു സ്ഥലത്തിന്റെ പേരാണ്. കിസി തരഹ് ഏതൊക്കെയോ രീതിയിൽ അല്ലെങ്കിൽ എന്താ എങ്ങനെയൊക്കെയോ, കിസി തരഹ് എങ്ങനെയൊക്കെയോ, പതോഡ പഹുഞ്ചേ പതോഡ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എന്താ എത്തിച്ചേർന്നു. റോസ് കി അപേക്ഷ എന്നത്തെയും അപേക്ഷിച്ച് അല്ലെങ്കിൽ എന്താ കഴിഞ്ഞ ദിവസത്തെക്കാളും അപേക്ഷിച്ച്. ആജ് ഹം ആദാഹി ചൽ പായേതേ എന്താ ഞങ്ങൾക്ക് പകുതി മാത്രമേ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആദാഹി ചൽ പായേതേ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ അല്ലെങ്കിൽ എന്താ മുന്നത്തെ ദിവസങ്ങളെക്കാൾ ഞങ്ങൾക്ക് എന്താ പകുതി മാത്രമേ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ലേക്കിൻ പാനി കെ ഡർ സേ ഇസി ഗാവ് മേ രുക്നാ പടാ പക്ഷേ എന്താ പറയുന്നത്? ലേക്കിൻ പാനി കെ ഡർ സേ വെള്ളത്തെ ഭയന്ന് അല്ലെങ്കിൽ എന്താ മഴയെ ഭയന്നുകൊണ്ട് ഇസി ഗാവ് മേ രുക്നാ പടാ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു? ഈ ഗ്രാമത്തിൽ തന്നെ തങ്ങാമെന്ന് തീരുമാനിക്കുകയാണ്. ഗ്രാമത്തിന്റെ പേരെന്തായിരുന്നു? സ്ഥലത്തിന്റെ പേര് പതോഡ. പതോഡ എന്നാണ് സ്ഥലത്തിന്റെ പേര് വരുന്നത്. അങ്ങനെ വെള്ളത്തിനെ പേടിച്ച് അല്ലെങ്കിൽ മഴയെ പേടിച്ചിട്ട് എന്താ ചോട്ടു അല്ലെങ്കിൽ ചോട്ടുവും അമൃതലാൽ വേഗഡും അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള ചോട്ടും എന്താ ഈ ഒരു ഗ്രാമത്തിൽ അതായത് പതോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രാമത്തിൽ തന്നെ അന്ന് രാത്രി തങ്ങാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. കുച്ച് ലോഗോനെ മിൽക്കർ ഗാവ് മേ എക് മന്ദിർ ബൻവായ ഹേ എന്താ കുറച്ച് ആളുകൾ കുറച്ചൊരു ഗ്രൂപ്പ് കൂടി ചേർന്നിട്ട് എന്താ ഗ്രാമത്തിൽ ഒരു അമ്പലം പണിതിട്ടുണ്ട്. മിൽക്കർ ഗാവ് മേ എക് മന്ദിർ ബൻവായ ഹേ ഗ്രാമത്തിൽ ഒരു അമ്പലം പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അഭി മൂർത്തിക്ക് സ്ഥാപന നിഹി ഹുയി ഹേ ഇപ്പോഴും എന്താ അവിടെ അതെ മൂർത്തി അതായത് പ്രതിഷ്ഠയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രതിഷ്ഠാകർമ്മം ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. മന്ദിർ കെ ബരാമതേമേ അതായത് അമ്പലത്തിന്റെ വരാന്തയിലായിട്ട് മന്ദിർ കെ ബരാമതേ പറഞ്ഞാല് വരാന്തയ്ക്കാണ് എന്ത് പറയുന്നത്? ബരാമതേ എന്ന് പറയുന്നത്. മന്ദിർ കെ ബരാമതേമേ മന്ദിർ അമ്പലത്തിന്റെ വരാന്തയിൽ ലോഹേ കി ജാലിവാല ദർവാസ ഹേ മന്ദിർ അതായത് അമ്പലത്തിന്റെ വരാന്തയിൽ ലോഹേ കാ ജാലിവാല ലോഹേ പറഞ്ഞാല് ഇരുമ്പിന്റെ ഇരുമ്പഴികളുള്ള എന്താ ദർവാസ വാതിൽ. ദർവാസ വാതിലിനാണ് ദർവാസ എന്ന് പറയുന്നത്. ഇരുമ്പഴികളുള്ള വാതിൽ ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ ആ ഒരു വരാന്തയിൽ. മന്ദിർ കി ദേഖ് രേഖ് കർനെ വാലെ ഗ്രാമീൺ നെ ഉസേ ഹമാരേ ലിയേ ഖോൽ ദിയ അതെന്താ ആ ഒരു വാതിൽ ആര് തുറന്നു കൊടുത്തു? അമ്പലത്തിന്റെ മേൽനോട്ടക്കാരനായിട്ടുള്ള ഒരു ഗ്രാമീണൻ വന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ആ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദേഖ് രേഖ് എന്ന് പറഞ്ഞാല് മേൽനോട്ടക്കാരൻ. അത് ആ ഒരു അമ്പലം നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരാൾ, അതാണ് മേൽനോട്ടക്കാരൻ ദേഖ് രേഖ് എന്ന് പറയുന്നത്. മന്ദിർ കി ദേഖ് രേഖ് കർനെ വാലെ ഗ്രാമീൺ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വന്നിട്ട് എന്താ ഗ്രാമീണിനെ ഉസേ ഹമാരേ ലിയേ ഖോൽ ദിയ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു വാതിൽ തുറന്നു തന്നു. ആജ് യഹി ബരാമദ ഹമാര റെയിൻ ബസേരെ ഹേ എന്താണ് ഇന്ന് ഞങ്ങളുടെ റെയിൻ ബസേര അതായത് ഞങ്ങളുടെ സത്രം, ഞങ്ങളുടെ ഇന്ന് രാത്രി തങ്ങാനുള്ള ഇടം അതെന്താണ്?
ഇന്ന് ഈ വരാന്തയാണ് ഇവർ പറയാണ്. ആജ് യഹി ബരാമത, ഇന്ന് ഞങ്ങൾക്ക് ഈ വരാന്തയാണ് ഞങ്ങളുടെ റെയിൻ ബസേരെ, ഞങ്ങളുടെ റെയിൻ ബസേരെ എന്ന് പറയുന്നത് ഈ ഒരു വരാന്തയാണ്. പാനി ലാനെ കെ ലിയെ ബാൽട്ടി ദി, വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാൽട്ടി എന്ന് വെച്ചാൽ എന്താണ്? ബാൽട്ടി എന്ന് വെച്ചാൽ ബക്കറ്റിനെയാണ് ബാൽട്ടി എന്ന് പറയുന്നത്. വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് കൊടുത്തു. ഫർഷ് പർ ബിഛാനെ കെ ലിയെ, ഫർഷ് എന്ന് വെച്ചാൽ ഫ്ലോറിനാണ് ഫർഷ് എന്ന് പറയുന്നത്, തറയ്ക്കാണ് ഫർഷ് എന്ന് പറയുന്നത്. ഫർഷ് പർ ബിഛാനെ കെ ലിയെ, ബിഛാനെ എന്ന് പറഞ്ഞാൽ വിരിക്കുക എന്നാണ് ബിഛാനെ. ഫർഷ് പർ ബിഛാനെ കെ ലിയെ एक बहुत बड़ी दरी दी, ഒരു വലിയൊരു കാർപ്പറ്റ് തന്നു. एक बहुत बड़ी दरी എന്ന് വെച്ചാൽ കാർപ്പറ്റ്, വലിയൊരു കാർപ്പറ്റ് തന്നു. और സദാവ്രത് के लिए भी पूछा, അതായത് സദാവ്രത് എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുക. അതായത് രാത്രി നേരം ഇങ്ങനെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഈ ഗ്രാമീണർ കൊടുക്കുന്ന ഫുഡാണ് സദാവ്രത് എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ടി നൽകുന്ന ഒരു ഫുഡ്, അതിനാണ് സദാവ്രത് എന്ന് പറയുന്നത്. അപ്പോ സദാവ്രത്തിന് വേണ്ടിയിട്ട് കൂടി അവര് പറഞ്ഞു, ആ ഒരു സദാവ്രത് കൂടി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. പക്ഷെ ലേക്കിൻ വഹ ഹമാരെ പാസ് പര്യാപ്തത, പക്ഷെ അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വശം ഉണ്ടായിരുന്നു, അതാണ് പറയുന്നത്. അവരെന്ത് കൊടുത്തു? ആദ്യം തന്നെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് കൊടുത്തു. അതിനുശേഷം ഫർഷ് പർ ബിഛാനെ ലിയെ, അതായത് നിലത്ത് വിരിക്കാൻ വേണ്ടിയിട്ട് കാർപ്പറ്റ് കൊടുത്തു. ധരീതി ഒരു കാർപ്പറ്റ് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സദാവ്രത് കെ ലിയെ, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം കൂടി പറഞ്ഞു. പക്ഷെ അത് അവരുടെ കയ്യിൽ തന്നെ പര്യാപ്തമായിട്ടുണ്ടായിരുന്നു. ചോട്ടു ബാഹർ ഗാന ബനാ രഹാദ, സഹായിയായിട്ടുള്ള ചോട്ടു എന്ത് ചെയ്യായിരുന്നു? പുറത്തിരുന്നു കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പ്രിപ്പയർ ചെയ്യായിരുന്നു. ദാൽത്തോ ബൻ ഗയി, പരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. അതായത് ഭക്ഷണത്തിന് കൂടെ കഴിക്കാതെ കറി, അതാണ് ദാൽ പരിപ്പ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പർ വഹ് ഗാഖഡ് ബനാ രഹാദ, പക്ഷെ ഗാഖഡ് എന്ന് വെച്ചാല് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തിനാണ് ഗാഖഡ് എന്ന്. ചപ്പാത്തി പോലെയുള്ള ഒരു പലഹാരത്തിന് പറയുന്ന പേരാണ് ഗാഖഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ചോട്ടുവിന് ഗാഖഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൂടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പാനി ആകയ, അത് ഉണ്ടാക്കുമ്പോഴേക്ക് പാനി ആകയ, വെള്ളം വരികയാണ് ചെയ്യുന്നത്. പ്രായഃ സബി ഖേത്തോമേ യാത്തോ സോയാബീൻ കട്ട് രഹാ ഹേ, മിക്കവാറും എല്ലാ പാടത്തും ആ ഒരു സമയത്ത് സോയാബീന്റെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാ പാടത്തും ഉണ്ടായിരുന്നു? കട്ടേ ഹുയെ സോയാബീൻ കെ ടേർ ലഗേ ഹേ, അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഈ സോയാബീനൊക്കെ കൂമ്പാരമായിട്ട് കൂട്ടി വെച്ചിട്ടും ഉണ്ടായിരുന്നു. ഇസ് പാനി സെ കിസാനോं को ഭാരി നുക്സാൻ ഹോ രഹാ ഹേ, ഈ ഒരു ഇതുകൊണ്ട് ഈ ഒരു വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മഴ കാരണം കർഷകർക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് വരാൻ പോകുന്നത്, ഉണ്ടാവുന്നത്. ആ കാര്യങ്ങളൊക്കെ പറയാണ്. നുക്സാൻ എന്ന് വെച്ചാല് നഷ്ടം, വളരെ വലിയ നുക്സാൻ, വളരെ വലിയൊരു നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. കിസി തരഹ് ചോട്ടുനെ ഘാക്കട്ട് ബനാ ലിയെ, ഏതൊക്കെയോ രീതിയിൽ ചോട്ടു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു. ഖാന ഗാക്കർ, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തോട ആരാം കർക്കെ ജബ് സോനെ ലഖെ, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാത, അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കിടക്കാൻ പോകുന്ന സമയമായപ്പോഴേക്കും ആ ഒരു മഴയുടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഫ്ലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലാതായിട്ടുണ്ടായിരുന്നു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ താ, പുറത്തെന്താ അതെ കറണ്ടിന്റെ ബൾബ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. रात को जब मैं उड़ा तो मेरे पैरों के पास की खाली दरी पर एक आदमी घुड़ी मुड़ी पड़ा था. रात को जब मैं രാത്രിയിൽ ജബ് മേ ഞാൻ എപ്പോഴായിരുന്നു ഉറക്കത്തിൽ നിന്നും എണീറ്റത്. രാത് കോ ജബ് മേ ഉടാത്തോ, രാത്രി ഞാൻ എപ്പോഴായിരുന്നു എണീറ്റിരുന്നത്. മേരെ പൈരോം കെ പാസ്, പൈരോം എന്ന് വെച്ചാൽ കാലിനെയാണ് പറയുന്നത്, കാലുകൾക്കാണ് പൈരോം എന്ന് പറയുന്നത്. പൈരോം കെ പാസ് കി ഖാലി ദരി പർ, കാലിന്റെ അടുത്തായിട്ട് ഖാലി ദരി പർ, ആ ഒരു കാർപ്പറ്റിലായിട്ട് താഴത്തെ എക് ആദ്മി ഘുടി മുടി പടാതെ, ആ ഒരു കാർപ്പറ്റിൽ ഒന്നുമില്ലാതെ നിലത്തൊരാൾ കിടക്കുന്നുണ്ടായിരുന്നു, ഘുടി മുടി ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കുച്ച് ഭി ഓഠാ നഹീ താ,
അദ്ദേഹം എന്താ ഒന്നും പുതച്ചിട്ടുണ്ടായിരുന്നില്ല. ഓട്ട, ഓട്ട എന്ന് പറഞ്ഞാൽ പുതയ്ക്കുക, അതിനാണ് പറയുന്നത് ഓട്ട. അദ്ദേഹം ഒന്നും പുതച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലേറ്റെ ലേറ്റെ ബഡ്ബഡ രഹാത, എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ബഡ്ബഡ, ബഡ്ബഡ എന്ന് വെച്ചാൽ പിറുപിറുക്കുക, എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മാനോ കഹാനി സുനാ രഹാഹു, എന്തോ കഥ പറയുന്നത് പോലെ എന്താ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. फिर एकाएक जोरों से हंसने लगते, बीच बीच में രാമായൺ കി ചൗപ്പായി ബോൾത്ത. ഫിർ ഏകായേക് ചോറോം സെ ഹസ്നെ ലഗ്തെ, എപ്പോഴേക്കും എന്താ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു, വലിയ ഒച്ചത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ബീച്ച് ബീച്ച് മീം രാമായൺ കി ചൗപ്പായി ബോൾത്ത, ഇടയ്ക്കൊക്കെ എന്താ രാമായണത്തിലെ വരികൾ പറയുന്നത് പോലെയും കേട്ടു. ഇടയ്ക്കൊക്കെ രാമായണത്തെ വരികളും പറയുന്നുണ്ടായിരുന്നു. ഷായത് പാഗൽദ, ഒരുപക്ഷെ എന്തായിരിക്കും, ഭ്രാന്തനായിരിക്കും അല്ലെ. ഇതൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് മനസ്സിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഷായത് പാഗൽദ, ഒരുപക്ഷെ ഭ്രാന്തനായിരിക്കണം. മേ ചുപ്ചാപ് സോ ഗയ, ഞാൻ ഒന്നും മിണ്ടാതെ എന്താ ഉറങ്ങി, ഞാൻ ഒന്നും മിണ്ടാതെ ഉറങ്ങി. തോടി ദേർ കെ ബാദ് വഹ് ഉഡ്കർ ബാഹർ ചലാ ഗയ, എന്താ കുറച്ചു സമയത്തിന് ശേഷം, തോടി ദേർ കെ ബാദ് കുറച്ചു സമയത്തിന് ശേഷം, വഹ് ഉഡ്കർ ബാഹർ ചലാ ഗയ, അദ്ദേഹം എണീച്ചിട്ട് എന്താ പുറത്തേക്ക് പോയി. ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആയ, പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. പോയ അതേ സ്പീഡിൽ എന്താ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ദർവാസെ പർ ഗഡാ ഹോക്കർ ഘുർരായ, എന്താ ദർവാസെ പർ, ആ വാതിലിനടുത്തായി നിന്നുകൊണ്ട്, ഗഡാ ഹോക്കർ നിന്നുകൊണ്ട് എന്താ ഘുർരായ, ഘുർരായ എന്ന് വെച്ചാൽ അലറി വിളിക്കുക, അലറുക, അലറുന്നതിനാണ് എന്ത് പറയുന്നത്, ഘുർരായ എന്ന് പറയുന്നത്. അലറി, ഭയങ്കര ഉച്ചത്തിൽ അലറി, ആ ഒരു വാതിലിന്റെ അടുത്ത് നിന്നുകൊണ്ട് വളരെ ഉച്ചത്തിൽ അലറുകയാണ് ചെയ്യുന്നത്. കോൺ ഹോ തും ലോഗ്, ആരൊക്കെയാണ് നിങ്ങൾ, ചോദിക്കാണ്, നിങ്ങളൊക്കെ ആരാണ് എന്ന് ചോദിക്കാണ്. യഹാം കൈസെ ഗുസ്സായേ ഹോ, ഇവിടെ എന്തിനാണ് വന്നത്, ഇവിടെ എന്തിനാ അതിക്രമിച്ചു കയറി, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാണ്. നിരീഹ്സെ ദിഖ്നെ വാലെ ഇസ് ആദ്മീനെ ഏകായേക് വിഖരാൽ രൂപ് ധാരൻ കർ ലിയ. നിരീഹ്സെ ദിഖ്നെ വാലെ ഇസ് ആദ്മി, നിരീഹ്സെ, നിരീഹ എന്ന് പറഞ്ഞാല് നിഷ്കളങ്കനായിട്ട്, വളരെ ഇന്നസെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ, ദിഖാനെ വാലെ ഇസ് ആദ്മീനെ, വളരെ നിഷ്കളങ്കനായിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു മനുഷ്യൻ, ഏകായക് പെട്ടെന്നാണ് എന്താ, നിമിഷ നേരം കൊണ്ടാണ് എന്തായത്, വിഖരാൽ രൂപ് ധാരൻ കർലിയ, പെട്ടെന്നൊരു ഭീകരരൂപിയായിട്ട് മാറിയത്, പെട്ടെന്ന് ഇത്ര ക്രോധവാനായിട്ട് മാറിയത്. അപ്പൊ ബേഹദ് ഗുസ്സെ മീംദ, അദ്ദേഹം എന്തായിരുന്നു അപ്പോൾ, അതെ ഇരട്ടി, അതായത് അത്യധികം ദേഷ്യത്തിലായിരുന്നു, വളരെ ഈർഷ്യ, വളരെ ദേഷ്യത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഒരുപാട് അദ്ദേഹം ദേഷ്യത്തോടെയാണ് ആ അലറുക ചെയ്തത് അല്ലെ. ഖുർറായ, വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് അലറിയത്, അത്രക്കേറെ അദ്ദേഹം ദേഷ്യത്തിലായിരുന്നു. ഹംനെ കോയി ജവാബ് നഹി ദിയ, ഞങ്ങൾ എന്താ ഉത്തരം അല്ലെങ്കിൽ എന്താ മറുപടി ഒന്നും കൊടുത്തില്ല. വഹ് സോർ സെ ചിക്ക, അപ്പോൾ എന്താക്കി, അദ്ദേഹം അതിൽ കൂടുതൽ ഉറക്കെ അലറാൻ തുടങ്ങി. ചിക്ക, ജോർ സെ തിക് ചിക്ക, ജോർ സെ ചിക്ക എന്ന് വെച്ചാൽ എന്താ ഉച്ചത്തിൽ അലറുക, അതിനാണ് ജോർ സെ ചിക്ക എന്ന് പറയുന്നത്. വളരെ ഉച്ചത്തിൽ അലറി. ഹം ലോഗ് ഉഡ് ബൈറ്റൈ, ഞങ്ങൾ എന്താ ഇരുന്നോടത്ത് നിന്ന് പെട്ടെന്ന് എണീറ്റ് നിന്നു, ഇത്ര അധികം ഉച്ചത്തിലല്ല അലറുന്നത്, അപ്പൊ വേഗം എണീറ്റ് നിന്നു. മേനെ കഹ, ഞാൻ പറഞ്ഞു. അമൃത്ലാൽ വേഗഡ് പറയാണ്, എന്താണ് പറയുന്നത്, ജിന്നോനെ യഹ് മന്ദിർ ബൻവായാ ഹേ, ആരാണോ ഞങ്ങൾക്ക് ഈ ഒരു അമ്പലം തുറന്നു തന്നത്, ജിന്നോനെ യഹ് മന്ദിർ ബൻവായാ ഹേ, അതായത് ഈ ആരാണോ ഈ അമ്പലം ഉണ്ടാക്കിയത്, ഉന്നോനെ ഹമേ യഹ് ടഹായ, അവരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് ഈ ഒരു ഇത് തുറന്നു തന്നത്, ഈ ഒരു ദർവാസ, ഈ ഒരു വാതിൽ തുറന്നു തന്നത്. ദേഖിയേ യഹ് ദരി ഓർ യഹ് ബാൽട്ടി ബി ഉന്നോനെ ഹി ദീ ഹേ, നോക്കൂ എന്താണ് ഈ ഒരു ദരി, ഈ ഒരു കാർപ്പറ്റും കൂടാതെ എന്താ ഈ ഒരു ബക്കറ്റും ഒക്കെ എന്താ അവർ ഞങ്ങൾക്ക് വേണ്ടി തന്നതാണ്, ഞങ്ങൾക്ക് ഇവിടെ തങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തന്നതാണ്. ലേക്കിൻ വഹ് പാഗൽ ജോത, എന്താ അദ്ദേഹം ഒരു പ്രാന്തനായിരുന്നു. പക്ഷെ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ എന്താ അദ്ദേഹം ഒരു പ്രാന്തനായിരുന്നു. ഊൾജലൂൽ ബക്നേലക, എന്താ ഊൾജലൂൽ എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു പ്രാന്തനായിരുന്നെങ്കിലും എന്താ ഊൾജലൂൽ, വാക്ക് തർക്കത്തിൽ ഏർപ്പെടുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അതിനെയാണ് ഊൾജലൂൽ എന്ന് പറയുന്നത്. വാക്ക് തർക്കത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അപ്നെ ആപ്കോ CID ഇൻസ്പെക്ടർ ബദാനയിലേക്ക്, അദ്ദേഹത്തിന് സ്വയമായിട്ട് അദ്ദേഹത്തിന് തന്നെ എന്തു പറഞ്ഞു, ഞാനൊരു CID ഇൻസ്പെക്ടർ ആണെന്നാണ് വിശേഷിപ്പിച്ചത്. ക്യാ സംശയഹോ, എന്താ മനസ്സിലായില്ലേ,
मैं सादे वेश में रहकर चोरों का पता लगाता हूँ. ഞാനൊരു സാധാരണ വേഷത്തിൽ വന്ന്, അതായത് മഫ്തി ധരിച്ചു വന്നിട്ട് എന്താ ചോരോങ്കോ കള്ളന്മാരെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഉസ്കെ സവാൽ ബേസിർ പർക്കേത്, അദ്ദേഹത്തിന്റെ ഈ ഒരു ചോദ്യമൊക്കെ എന്തായിരുന്നു? അതെ, ഒരു ബന്ധമില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ എന്താ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഉസ്കെ സവാൽ ബേസിർ പയർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ജവാബ് ന ദേത്തെ തോ, അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ജവാബ് ഉത്തരം കൊടുത്തില്ല. ഇവര് രണ്ടുപേരും എന്താ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് അല്ലെ. ജവാബ് ന ദേത്തെ തോ, ഉത്തരം ഒന്നും കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്താക്കി? ചാബുക്സെ മാർനേക്ക് ധംകി ദേത്ത, ചാബുക്സെ അടി തരും, അല്ലെങ്കിൽ എന്താ വടി കൊണ്ട് ഞാൻ അടിക്കും എന്ന് വരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ അടിക്കും, അതായത് ഉത്തരം ഒന്നും തിരിച്ചൊന്നും പറയാത്തത് കൊണ്ട് എന്താ ഞാൻ ഇപ്പം അടിക്കും, ചാബുക്ക് എടുത്തുകൊണ്ട് അടിക്കും എന്നുള്ള ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത്. ധംകി എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. ചാബുക്ക് എന്ന് പറഞ്ഞാൽ വടിക്കാണ് ചാബുക്ക് എന്ന് പറയുന്നത്. വടി കൊണ്ട് അടിക്കും എന്ന് ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത്. ഇവരെ രണ്ടുപേരെയും അടിക്കും എന്ന് ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത്. इसलिए मैं कोई ना कोई जवाब देता रहा. ഞാനെന്താ ഉത്തരം ഒന്നും പറഞ്ഞില്ല. വഹ് ലഗാതാർ ചിക്താ ചില്ലാത്ത രഹ, ഉത്തരം അപ്പോഴും ഒന്നും മിണ്ടില്ലെന്ന് കണ്ടപ്പോൾ എന്താക്കി? ഈ ഒരു ഭ്രാന്തൻ എന്താ ചീക്താ ചില്ലാത്ത, അല്ലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഉച്ചത്തിൽ അല്ലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബീച്ച് ബീച്ച് മേം ഹവാമേം ഐസേ ഹാത്ത് ഗുമാത്ത. ബീച്ച് മേം ഹവാമേം, എന്താ ബീച്ച് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹവാമേം, വായുവിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഐസേ ഹാത്ത് ഗുമാത്ത, കൈ ഇങ്ങനെ ആക്കുന്നുണ്ട്. എന്തുകൊണ്ട്? മാനോ ഹാത്ത് മേ കോടാഹോ, കയ്യിൽ ചാട്ടവാറുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുന്നുണ്ട്. ജബ് ഉസ്കി നാരാസ്ഗി ബഡ് ജാത്തി, നാരാസഗി പറഞ്ഞെന്താ? ദേഷ്യത്തിനാണ് നാരാസ്ഗി എന്ന് പറയുന്നത്. ജബ് ഉസ്കി നാരാസ്ഗി ബഡ് ജാത്തി, അപ്പോഴാണോ അദ്ദേഹത്തിന്റെ ദേഷ്യം വർദ്ധിച്ചത്? തബ് ഉസ്കാ ചേഹ്ര ക്രോധ് സെ വികൃത് ഹോ ഉടുത്ത, അങ്ങനെ ദേഷ്യം എപ്പോഴാണോ വർദ്ധിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം എന്തായി മാറി? കൂടുതൽ വികൃതമായി മാറി. അദ്ദേഹത്തിന്റെ മുഖം വേറൊരു ടൈപ്പായി മാറാണ് ചെയ്യുന്നത് ദേഷ്യം വന്നപ്പോൾ. മേനെ അപ്നെ ആപ്കോ കഭി ഇത്ന അസഹായ് അനുഭവം നഹി കിയാ താ, എനിക്ക് മുൻപൊന്നും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതുവരെ ഇടയിൽ എന്താ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു അനുഭവം. ലാച്ചാർ ഹം ഉസ്കെ ദം സഹത്തെ രഹേ. ലാച്ചാർ എന്ന് വെച്ചാൽ എന്താ? നിസ്സഹായതയോടുകൂടി, നിസ്സഹായാവസ്ഥ, അതിനാണ് ലാച്ചാർ എന്ന് പറയുന്നത്. ആ ഒരു നിസ്സഹായാവസ്ഥയിൽ ലാച്ചാർ ഹം ഉസ്കി ദം സഹത്തെ രഹേ, അദ്ദേഹത്തിന്റെ ശല്യം ഞങ്ങൾ എന്താ ഒരു നിസ്സഹായാവസ്ഥയിൽ സഹിച്ചു. ആ നിസ്സഹായാവസ്ഥയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സഹിക്കല്ലാതെ വേറെ ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങൾ അത് സഹിച്ചു. പാസ് പടോസ്മേം കൈ ഘർദേ, എന്താ അയൽവക്കത്തായിട്ട് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. ഹമാരി സഹായത കെരേ ക്യോ കോയി ആ നഹി രഹാ, എന്തുകൊണ്ടായിരിക്കും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് സഹായത്തിന് വേണ്ടി ഒരാൾ പോലും വരാതിരുന്നത്? ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? അപ്പൊ സ്വയം ചോദിക്കുകയാണ്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താ ചികിത്സയില്ലാത്ത ഇത്രയും വലിയ അലർച്ചകൾ ഇവിടെ ഉണ്ടായിട്ടും എന്തായിരിക്കും ഒരാൾ പോലും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓടി വരാഞ്ഞത്? ക്യാ കോയി സമജ്താ നഹി കി ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ, എന്താ ആർക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കില്ലേ? എന്താ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാണ്. സംശയം ചോദിക്കുകയാണ് ഇവര്, മനസ്സിൽ ചോദിക്കുക ചെയ്യുന്നത്. ऐसा लगता था मानो यह रात कभी खत्म ही नहीं होगी, എങ്ങനെയും തോന്നി ഇവർക്ക് ഈ രാത്രി ഒന്ന് അവസാനിക്കുന്നില്ലേ എന്ന് പോലും തോന്നിപ്പോയി. അതായത് ഇത്രയും പ്രശ്നങ്ങളാണല്ലേ അവിടെ നടക്കുന്നത്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ തോന്നി? ഈ രാത്രി ഒന്ന് അവസാനിക്കുന്നില്ലേ എന്ന് വരെ തോന്നിപ്പോവാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റെയിൻ ബസേരെ മേം എന്നുള്ള ഈ ഒരു യാത്രാ വിവരണത്തിന്റെ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ട് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഒരു പാർട്ടിൽ ഉൾപ്പെടുത്താം. അതുവരെ എല്ലാവരും ഇതൊക്കെ നല്ല രീതിക്ക് വായിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മീനിങ്സ് ഒക്കെ നോക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടായിട്ട് വരാം. അതുവരെ ബൈ ഓൾ.
ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാദമി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻ ബസേരിയമേം എന്നുള്ള പാഠഭാഗത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു അല്ലെ, പാഠത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് നമുക്ക് എടുക്കേണ്ടത്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയാലോ. നമ്മൾ പറഞ്ഞു അമൃത്ലാൽ വേഖട്ട്, അതായത് നമ്മുടെ ഓതറും അദ്ദേഹത്തിന്റെ സഹായി കൂടിയായിട്ടുള്ള ചോട്ടു എന്നാണ് സഹായിയുടെ പേര്. അവര് രണ്ടുപേരും കൂടി നർമ്മദയിൽ വെച്ചിട്ട് ഒരു യാത്ര നടത്താണ്. അവര് ഭഥോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തൊക്കെ ഈ ഒരു യാത്രാ വിവരണത്തിൽ പറയുന്നത്. ഭഥോഡ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അവിടെ വളരെയധികം മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവരൊരു റെയിൻ ബസേരെ, അതായത് ഒരു സത്രത്തിൽ എത്തിച്ചേരുക ചെയ്യുന്നത് അല്ലെ. ഒരു രാത്രി നേരം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സത്രത്തിൽ കഴിയാണ്. ഒരു അമ്പലത്തിന്റെ ഒരു വരാന്ത, അതായിരുന്നു ഒരു രാത്രി അവർക്ക് കൊടുത്തിരുന്ന സത്രം, അല്ലെങ്കിൽ റെയിൻ ബസേരെ എന്ന് പറയുന്നത്. ആ ഒരു സത്രത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ. അവിടെ വെച്ചിട്ട് അവർ ഒരു രാത്രി ഉറങ്ങുന്ന സമയത്ത് കാലിന്റെ അടിയിൽ ഒരു ഭ്രാന്തൻ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് ഭയങ്കര ഒച്ചത്തിൽ ചീക്തെ ഹുയെ, വളരെ അലറിക്കൊണ്ട് ചോദിക്കുന്നു. അതിൻ്റെ ഇടയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിന് ശേഷമായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് തുടങ്ങാം. നമ്മുടെ പാഠത്തിന്റെ അടുത്ത ഭാഗമാണ്. അതിന്റെ ശേഷമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. തുടങ്ങിയാലോ. പാരഗ്രാഫ് തുടങ്ങാണ്. തബി ഉസ്കാ ധ്യാൻ കോനെ മേ രഖേ ഹമാരെ സാമാൻ കി ഓർ ഗയ. എന്താ തബി ഉസ്കാ ധ്യാൻ കോനേമീം, അതായത് ഉസ്ക എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ആരെയാണ്? അതെ, ആ ഭ്രാന്തനെയാണ് പറയുന്നത് അല്ലെ. തബി ഉസ്ക, ആ ഒരു മാനസികമായിട്ട് പ്രശ്നമുള്ള ആ ആള്. തബി ഉസ്ക ധ്യാൻ, അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ധ്യാൻ എന്ന് വെച്ചാൽ ശ്രദ്ധ. അദ്ദേഹത്തിന്റെ ശ്രദ്ധ എങ്ങോട്ട് പോയി? കോനേമേ രഖേ, ആ ഒരു കോർണറിലേക്ക് ആയപ്പോൾ സാമാൻ കി ഓർ ഗയ, അവരുടെ ലഗേജസിലേക്കായി പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധ. ഇസ്മൈൻ ക്യാ ഹേ, ചോദിക്കാണ് അതിലെന്താണ്, അല്ലെങ്കിൽ എന്താ, ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണുള്ളത്, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് ചോദിക്കാണ്. മുझे इसकी തലാശി ലേനി ഹോഗി, എനിക്കെന്താ ഇതിന്റെ കാര്യങ്ങൾ, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം അറിയണം. എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് എന്നോട് പറയണം. എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്, അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയണം എന്ന് പറയാണ്. മുझे ചിന്താ ഹുയി, ഞാൻ ചിന്തിച്ചു. എന്താ ചിന്തിക്കുന്നേ? ഉസ്മേ സബ്ജി കാട്നെ കാ ചിന്താ ബീദ് ചാഖു ബീദ. എന്താ? മുझे ചിന്താ ഹുയി, എനിക്ക് ഓർമ്മ വന്നു. മുझे ചിന്താ ഹുയി, എനിക്ക് ഓർമ്മ വന്നു. എന്താണ് ഓർമ്മ വരുന്നത്? ഉസ്മേ സബ്ജി കാട്നെ കാ ചാഖു ബീദ, അതിൽ എന്തുണ്ടായിരുന്നു? പച്ചക്കറി അരിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കത്തിക്കാണ് എന്ത് പറയുന്നത്? ചാക്കു എന്ന് പറയുന്നത്. അതില് ഞങ്ങളുടെ ലഗേജസിന്റെ കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു? സബ്ജി കാട്നെ കിളിയെ, പച്ചക്കറി അരിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചാക്കു, ഒരു കത്തി ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അല്ലെ. അപ്പൊ പറയാണ് കഹീം വഹുസ്കെ ഹാത്ത് ലഗാ ഗയാത്തോ, അതെങ്ങാനും എന്താ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാലുള്ള സ്ഥിതി ആലോചിക്കുകയാണ് അല്ലെ. അയ്യോ, ആ കത്തി എങ്ങാനും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാൽ, ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? കിട്ടിയാൽ, ആ കത്തി എങ്ങാനും അയാളുടെ കയ്യിൽ കിട്ടിയാൽ, അങ്ങനെ പറയാണ്. മേരെ ഭീതർ ഭയ്ക്ക് ഏക് ഹിലോർ സി ഉടി, എന്താ എന്റെ ഉള്ളിൽ ഭയത്തോട് കൂടിയിട്ടുള്ള ഒരു വിറയലാണ് ഉണ്ടായത്. ഹിലോർ എന്ന് പറഞ്ഞെന്താ, ഒരു വിറയൽ ഉണ്ടായി എന്റെ ഉള്ളിൽ. അക്കാര്യം ആലോചിച്ചപ്പോൾ എന്താ, ഒരു ഭയത്തോട് കൂടിയിട്ടുള്ള വിറയൽ ഉണ്ടായി. ഹിലോർ എന്ന് പറഞ്ഞാൽ വിറയൽ. ഉസ്നെ ഹമാര പിട്ടു ഖോല, പിട്ടു എന്ന് വെച്ചാൽ എന്താ മക്കളെ? പിട്ടു എന്ന് വെച്ചാൽ പെട്ടിക്കാണ് പിട്ടു എന്ന് പറയുന്നത്. ഉസ്നെ ഹമാര പിട്ടു ഖോല, അയാള് ഞങ്ങളുടെ പെട്ടി പൊട്ടിച്ചു. ഖോല, തുറന്നു. പെട്ടി തുറക്കുകയാണ് ചെയ്തത്. അയാള് ഞങ്ങളുടെ പെട്ടി തുറന്നു. ഏകായേക് ചീസ് നിക്കാൽക്കർ ഫേങ്ക്നെ ലഗ, എന്താ ഓരോരോ സാധനങ്ങൾ, പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളും എടുത്തിട്ട് എറിയാൻ തുടങ്ങി. എറിയാൻ തുടങ്ങി. ഫേങ്ക്നെ ലഗ, ഓരോരോ സാധനങ്ങളും പെട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും എടുത്തിട്ട് പുറത്തേക്ക് എറിയാൻ തുടങ്ങി. मैं धन साधे उसकी हर गतिविधि को देखता रहा. मैं धन साधे उसकी हर गतिविधि
കോ ദേഖ്താ രഹേ. ഞാൻ എന്താ അടക്കി പിടിച്ചിട്ട്, ശ്വാസം അടക്കി പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസ്, അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് എന്താ നോക്കിക്കാണുകയായിരുന്നു. ഡെറ്റോൾ കി ശീശി ഫർഷ് പർ ധേമാരി. എന്താ ഡെറ്റോൾ കി ശീശി, ഡെറ്റോളിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഫർഷ് പർ ധേമാരി, ഫ്ലോറിലേക്ക് ഒരൊറ്റ എറിഞ്ഞു. ധേമാരി എറിഞ്ഞു. എന്താ പറഞ്ഞു? ശീശി പറഞ്ഞ എന്താ മക്കളെ? കുപ്പി. കുപ്പിക്കാണ് ശീശി പറയുന്നത്. ഡെറ്റോൾ കി ശീശി, ഡെറ്റോളിന്റെ ഒരു കുപ്പി എടുത്തിട്ട് ഫ്ലോറിലേക്ക് ഒരൊറ്റ ഏറ് കൊടുത്തു. ഏക്കായേക് ചീസ് നിക്കാൽക്കർ ഫേങ്ക് ദി. അങ്ങനെ കണ്ണിൽ കാണുന്ന എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് എന്താ എറിയാൻ തുടങ്ങി. ഓരോരോ സാധനങ്ങൾ പെട്ടിക്കകത്ത് നിന്ന് എടുക്കുന്നു, ഫ്ലോറിലേക്ക് എറിയുന്നു, നിലത്തേക്ക് എറിയാനും തുടങ്ങി. ഫേങ്കന, ഫേങ്കന എന്ന് പറഞ്ഞാൽ എറിയുക. അങ്ങനെ ഓരോ സാധനങ്ങളും എടുത്തിട്ട് പെട്ടിക്കകത്ത് നിന്നും പുറത്തേക്ക് എറിയാൻ തുടങ്ങി. യഹാൻ തക്കി ചാക്കു ബി ഫേങ്ക് ദിയ. യഹാൻ തക്കി ചാക്കു ബി ഫേങ്ക് ദിയ. എന്താ ചെയ്തത്? യഹാൻ തക്കി ചാക്കു ബി ഫേങ്ക് ദിയ. അതെന്താ? ആ കൂട്ടത്തിൽ എന്തുകൂടി എറിഞ്ഞു? അതെ, നേരത്തെ പേടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു അല്ലെ, കത്തി. ആ കത്തി കൂടി എന്താ ആ കൂട്ടത്തിൽ എറിഞ്ഞു. കുറെ കാര്യങ്ങൾ എറിഞ്ഞു. ഡെറ്റോളിന്റെ കുപ്പി ഉണ്ടായിരുന്നു, അതും എറിഞ്ഞു. ആ കൂട്ടത്തിൽ എന്താ? ആ കത്തി, ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ആ ഒരു കത്തി കൂടി പുറത്തേക്ക് എറിഞ്ഞു. അന്തിമേ ദോ തീൻ കിതാബേ നിക്കലി. അങ്ങനെ ഓരോ സാധനങ്ങളും എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്താ അവസാനമായിട്ട് എന്ത് കിട്ടി? ദോ തീൻ കിതാബേ. ആ 2-3 പുസ്തകങ്ങൾ എന്താ കയ്യിൽ കിട്ടി. തപ്പി എറിയുന്ന സമയത്ത് 2-3 ബുക്കുകൾ കൂടി കിട്ടാണ് ചെയ്യുന്നത്. കിതാബേ ഉസ്നെ ഖോൽക്കർ ദേഖി. എന്താ? ഈ പുസ്തകങ്ങൾ അദ്ദേഹം ഖോൽക്കർ തുറന്നു നോക്കി. ഈ പുസ്തകങ്ങൾ കണ്ടപ്പോ എന്താക്കി? തുറന്നു നോക്കി. ബാക്കി എല്ലാ സാധനങ്ങളും കണ്ടപ്പോ എന്താ ചെയ്തത്? ഒക്കെ ശ്വാസം ഇല്ലാതെ ഒക്കെ വേഗം ചടപടയെ പറഞ്ഞിട്ട് എറിയാണ് ചെയ്തത്. പക്ഷെ പുസ്തകങ്ങൾ കണ്ടപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു? ഖോൽക്കർ തുറന്നു നോക്കി. പുസ്തകങ്ങൾ ഇദ്ദേഹം തുറന്നു നോക്കി. ഫിർ ജോം കി ത്യോം വാപ്പസ് രഖ് ദി. ജോം കി ത്യോം എന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്ന് തന്നെ എന്താ വാപ്പസ് രഖ് ദി, അങ്ങോട്ട് തിരിച്ചെടുത്തു വെച്ചു. ജോം കി ത്യോം എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതേപോലെ എങ്ങനെയാണോ എടുത്തത് അതേപോലെ തന്നെ എന്താ തിരിച്ചു വെക്കാണ് ചെയ്തത്. ഹമാരി ഓർ മുഡ്കർ ചോട്ടു സെ ബോല. ഞങ്ങൾ നേരെ തിരിഞ്ഞുകൊണ്ട് എന്തു ചോദിച്ചു? ചോട്ടുവിനോടാണ് ചോദിക്കുന്നത്. ചോട്ടുവിനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് പേര്? വാട്ട് ഈസ് യുവർ നെയിം? അങ്ങനെയുള്ളത് ചോദിക്കുകയാണ്. ഈ ഒരു ഭ്രാന്തൻ ചോട്ടുവിനോട് ഇവരെ നേരെ തിരിഞ്ഞിട്ട് ചോട്ടുവിനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് പേര് ചോദിക്കാണ്. ചോട്ടുവിനെ സഹമത്തേ ഹുയേ കഹ. ചോട്ടു എന്താ യാതൊരു മടിയും വേറെ ഒരു വർത്താനം ഇല്ലാതെ എന്താ പെട്ടെന്ന് തന്നെ പറഞ്ഞു. സഹമതെ, ഒന്നും ആലോചിക്കാതെ, അല്ലെങ്കിൽ എന്താ എതിർക്കാതെ. സഹമതെ, ഒരു എതിർപ്പുമില്ലാതെ തിരിച്ചു പറഞ്ഞു. സഹമതെ, എതിർക്കാതെ, എതിർപ്പൊന്നും കൂടാതെ എന്തു പറഞ്ഞു? മുജെ അംഗ്രേസി നഹി ആത്തി. എനിക്കെന്താ അംഗ്രേസി, ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയാണ്. മുത്സെ പൂച്ച, വീണ്ടും എന്താ എന്നോട് ചോദിക്കാണ്. എന്നോട് എന്താ ചോദിക്കുന്നേ? തും ക്യാ കർത്തേ ഹോ? നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾക്ക് എന്താ ജോലി, അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു. മേനെ കഹ, ഞാൻ എന്തു പറഞ്ഞു? മേ ശിക്ഷക് ദാ. ഞാനൊരു അധ്യാപകൻ ആയിരുന്നു. ബച്ചോങ്കോ പഠാഥാത, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ റിട്ടയർ ഹോ ഗയാഹും, ഇപ്പോൾ എന്താ? ഇപ്പോൾ റിട്ടയർ ആയി, ഞാൻ പിരിഞ്ഞു, ആ ഒരു ജോലിയിൽ നിന്നും വിരമിച്ചു. മേരി ആവാസ് സ്ഥിർ ഥി. എന്റെ സ്വരം, എന്റെ ശബ്ദം എങ്ങനെയായിരുന്നു? ഉറച്ചതായിരുന്നു. ആവാസ് സ്ഥിർ. സ്ഥിർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേബിൾ ആയിട്ട്, അതായത് ഉറച്ചതായിരുന്നു. സ്വരമൊക്കെ അല്ലെങ്കിൽ ശബ്ദമൊക്കെ വളരെ ഉറച്ചതായിരുന്നു. സ്ഥിർ ഥി ലേക്കിൻ അന്തർ മീൻ ധരാ ഹുവാദ. പക്ഷെ എന്താ ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരുന്നു? അതെ, പേടി കൊണ്ടുള്ള ഒരു വിറയലുണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. വഹ് ചുപ് രഹ. അദ്ദേഹം എന്താ മിണ്ടാതെ നിന്നു. ഞാനൊരു അധ്യാപകനായിരുന്നു, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എന്താ റിട്ടയർ ആയി അല്ലെങ്കിൽ വിരമിച്ചു. ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ ഒരു ഭ്രാന്തായിട്ടുള്ള ആളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുക ചെയ്യുന്നത് അല്ലെ. ചുപ് ചാപ്പ്, മിണ്ടാതെ നിൽക്കുക ചെയ്യുന്നത്. വഹ് ചുപ് രഹ, ഒന്നും മിണ്ടാതെ നിന്നു. മാനോ കഹീം ഖോ ഗയാഹോ. എന്താ? മാനോ കഹീം ഖോ ഗയാഹോ, എന്തോ നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ എന്താ എന്തോ ഒരു ഓർമ്മയിൽ എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ട് നിന്നു. മാനോ കുശ് യാദ് കർ രഹാഹോ, എന്തോ ഒന്ന് ആലോചിക്കുന്നത് പോലെ നിന്നു.
മാനോ ഉസ്കെ ഭീത്തർ കുച്ച് ആലോഡിത് ഹോ രഹാ ഹോ. എന്തൊക്കെയോ അദ്ദേഹം ഉള്ളിൽ ആലോചിച്ചിട്ടുണ്ടാകും. ആലോഡിത് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആലോചിച്ചിട്ടുണ്ടാകും, ചിന്തിച്ചിട്ടുണ്ടാകും. कुछ क्षण तक मुझे एकटक देखते रहने के बाद बोले कुछ क्षण तक मुझे एकटक देखते रहने के बाद बोला अच्छा सो जाओ. ഞങ്ങളെ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് എന്ത് പറഞ്ഞു? കുറച്ചു നേരം നോക്കിയിട്ട് എന്താ പറഞ്ഞത്? ഏക്ടക് എന്ന് പറഞ്ഞാല് മൊത്തമായിട്ടൊന്ന് നോക്കിയിട്ട് എന്ത് പറഞ്ഞു? രഹ്നയ്ക്ക് ബാദ്, ഞങ്ങളെ ഒന്ന് ഒറ്റ നോട്ടത്തിൽ മൊത്തത്തിൽ നോക്കിയിട്ട് പറയാണ് അച്ഛ സോ ജാവോ, ശരി ഉറങ്ങിക്കോളൂ, ശരി ആയിക്കോട്ടെ, നീ ഉറങ്ങിക്കോളൂ എന്ന് പറയാണ്. മേ സിർസെ ലേക്കർ പാവ് തക് ഓഡ്കർ സോ ഗയ. ഞാൻ എന്തു ചെയ്തു? അതായത് ഓദർ, നമ്മൾ പറഞ്ഞല്ലേ, ഈ ഓദർ എന്തു ചെയ്തു? മീൻ സിർസെ ലേക്കർ പാവ് തക് ഓഡ്കർ സോ ഗയ. ഞാൻ തല മുതൽ കാല് വരെ ഫുള്ളായിട്ട് പുതച്ചിട്ട്, ഓഡ്കർ എന്ന് പറഞ്ഞാൽ പുതച്ചിട്ട്, സോ ഗയ ഉറങ്ങി. ഞാൻ തല മുതൽ കാല് വരെ ഒരുപോലെ പുതച്ചിട്ട് ഉറങ്ങി. സോച്ച ഷായദ് അബ് വഹ് ചലാ ജായേ. എന്താ, അദ്ദേഹം പോയി എന്ന് വിചാരിച്ചിട്ട്, ഒരു പക്ഷെ അയാൾ പോയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങി. തബി ഏക് വിചിത്ര ഘടന ഘടി. അപ്പോൾ എന്താ, ഒരു വിചിത്രമായിട്ടുള്ള ഘടന, ഒരു സംഭവം ഉണ്ടായി. ഘടന എന്ന് വെച്ചാല് സംഭവം, ഒരു വിചിത്രമായിട്ടുള്ള സംഭവം അപ്പോൾ ഉണ്ടായി. അചാനക് ഉസ്നെ മേരെ പയർ ധബാനെ ശുരു കർ ദിയെ. അചാനക് പെട്ടെന്ന് തന്നെ ഉസ്നെ അദ്ദേഹം എന്താക്കി, അതായത് ഈ ഭ്രാന്തനായിട്ടുള്ള ആൾ എന്ത് ചെയ്തു? ഉസ്നെ അദ്ദേഹം മേരെ പയർ ധബാനെ ശുരു കർ ദിയെ. അദ്ദേഹം എന്റെ കാല് തടവാൻ അല്ലെങ്കിൽ അമർത്താൻ തുടങ്ങി. ഉസ്കെ മസ്ബൂത്ത് ഹാത്തോं का स्पर्श अनुभव करते ही मैं काम सा गया. ഉസ്കെ മസ്ബൂത്ത് ഹാത്തോ. മസ്ബൂത്ത് എന്ന് പറഞ്ഞാല് സ്ട്രോങ് ആയിട്ടുള്ള, നല്ല ശക്തിയായിട്ടുള്ള, അതിനാണ് മസ്ബൂത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മസ്ബൂത്ത് സ്ട്രോങ് ആയിട്ടുള്ള കൈകൾ ഉപയോഗിച്ച് സ്പർശ് അനുഭവ് കർത്തേഹി, അദ്ദേഹത്തിന്റെ ആ കൈകളുടെ സ്പർശനം അറിഞ്ഞപ്പോൾ എന്തായി? മേൻ കാംസകയ, ഞാൻ വിറയ്ക്കാൻ തുടങ്ങി, എനിക്ക് വിറയൽ വന്നു. एक एक करके दोनों पैर खूब अच्छी तरह से दबाए. एक एक करके दोनों पैर खूब अच्छी तरह से दबाए. ഓരോ കാലുകളും എന്താ, നല്ല രീതിയിൽ അമർത്തി തടവാൻ തുടങ്ങി. ഉസ്മേ ബഡി താക്കത്ത് ദി ഫിർ ഹാത്ത് ദബായി. ഉസ്മേ ബഡി താക്കത്ത് ദി, അദ്ദേഹം എന്തു ചെയ്തു? ഉസ്മേ ബഡി താക്കത്ത് ദി ഫിർ ഹാത്ത് ദബായി. എന്താ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹാത്ത് ദബായി, കൈകളായിട്ട് ദബായി അമർത്താൻ തുടങ്ങി. ഹാത്തോങ്കി ഏക് ഉംഗലി ദബായി. എന്തു ചെയ്തു? കൈയിന്റെ ഓരോ വിരലുകളും അമർത്താൻ തുടങ്ങി. ഓരോ വിരലുകളും, ഉംഗലി പറഞ്ഞ വിരലുകൾ, ഓരോ വിരലുകളും എടുത്തിട്ട് എന്താ, തടവാൻ തുടങ്ങി അല്ലെങ്കിൽ ഒഴിയാൻ തുടങ്ങി. ഹർ ഗഡി ചിന്ത ബനി രഹികി കഹിം കോയി ഉംഗലി ചട്കാൻ നദേ. അദ്ദേഹത്തിന് തോന്നുകയാണ്, എന്താ തോന്നുന്നത്? ഇനി എങ്ങാനും വിരലെങ്ങാനും ഒടിക്കോ, ഏതെങ്കിലും വിരൽ ഒടിച്ചു പോകുമോ, അങ്ങനെ ഒരു ചിന്ത തോന്നുകയാണ് ചെയ്യുന്നത്. ചട്ക പറഞ്ഞാൽ ഒടിക്കുക, പൊട്ടിക്കുക, അതൊക്കെയാണ് മീനിങ് വരുന്നത്. കോയി ഉങ്കലി, ഏതെങ്കിലും വിരലെങ്ങാനും ഇനി പൊട്ടിച്ചു പോകുമോ, അയാൾ കൈയൊക്കെ തടവി തന്നിട്ട്, അങ്ങനെ ചിന്തിക്കാണ്. ഇസ്കെ ബാദ് ഉസ്നെ മേരി മുഠി ഗോലി. എന്താ, ഇസ്കെ ബാദ് ഉസ്നെ മേരി മുഠി ഗോലി. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? മുഠി പറഞ്ഞാൽ മുഷ്ടിക്കാണ് എന്ത് പറയുന്നത്? മുഠി എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം എന്റെ കൈയിന്റെ ഈ മുഷ്ടി തുറന്നു. ഘോൽന തുറക്കുക, മുഷ്ടി തുറന്നു. ഉസ്മേ കുച്ച് രഖ, അതിലെന്തോ ഒന്ന് വെച്ചു, ഈ മുഷ്ടിക്കകത്ത് എന്തോ ഒന്ന് വെച്ചു. മുട്ടി ബന്ദ് കി ഓർ ചലാ ഗയ. അങ്ങനെ മുഷ്ടിക്കുള്ളിൽ എന്തോ ഒരു സാധനം വെച്ചിട്ട് എന്താ, കൈ മടക്കിയിട്ട് അദ്ദേഹം പോവാണ് ചെയ്യുന്നത്. ഓർ ചലാ ഗയ, അദ്ദേഹം പോയി. ഉസ്കെ ജാത്തെ ഹി ചോട്ടുനെ ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ ഉസ് പർ താല ലഗാ ദിയ. എന്തു ചെയ്തു? ഉസ്കെ ജാത്തെ ഹി, അദ്ദേഹം പോയി എന്ന് കണ്ട ഉടനെ എന്തു ചെയ്തു? ചോട്ടുവിനെ ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ, ചോട്ടു ഉള്ളിൽ കയറിയിട്ട് എന്തു ചെയ്തു? ദർവാസ, വാതില് ഉള്ളിൽ നിന്നും അടച്ചു. ദർവാസ ബന്ദ് കർക്കെ, ഉള്ളിൽ നിന്നും അടച്ചിട്ട് എന്തു ചെയ്തു? ഉസ് പർ താല ലഗാ ദിയ, അതിനെ ലോക്ക്, അതായത് കുറ്റിയിടുക, കൊളുത്തിടുക, അതിനൊക്കെയാണ് എന്ത് പറയുന്നത്? താല ലഗാ ദിയ. ഉള്ളിൽ കയറി അദ്ദേഹം പോയി എന്ന് കണ്ട പാടെ എന്തു? ചോട്ടു എണീറ്റിട്ട് വേഗം പോയിട്ട് ഉള്ളിൽ നിന്നും കുറ്റിയിടുക ചെയ്യുന്നത്. വാതിലടച്ചിട്ട് ഉള്ളിൽ നിന്നും കുറ്റിയിട്ടു. ഹംനെ രാഹത്ത് കി സാംസ് ലി, ഞങ്ങൾ എന്താ
ഹംനെ രാഹത് കി സാൻസ് ലി, ഒരാശ്വാസത്തിന്റെ ദീർഘശ്വാസം വിട്ടു, അതായത് നെടുവേർപ്പെടുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഹംനെ രാഹത് കി സാൻസ് ലി, ഞങ്ങള് ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പ്, ഹാവൂ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ആശ്വാസത്തിന്റെ ശബ്ദം ഉണ്ടാക്കി, സമാധാനത്തിന്റെ ഒരു നെടുവീർപ്പ് ഇടാണ് ചെയ്യുന്നത്. അദ്ദേഹം പോയി എന്ന് കണ്ടപ്പോൾ ഉള്ളംകൈയിലൊക്കെ തടവി, കാലൊക്കെ തടവി, മുഷ്ടിക്കകത്ത് എന്തോ ഒന്ന് വെച്ചിട്ട് അദ്ദേഹം കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ലേക്കിൻ നീന്ത് നഹിയായി, പക്ഷെ ഉറക്കം വന്നില്ല. മേൻ ജാഗ്താ പടാ രഹാ और सोचता रहा कि उसमें एकाएक बदलाव क्यों कराया. मैं जागता पड़ा रहा, ഞാൻ ഉണർന്നിരുന്നിട്ട് ചിന്തിക്കുകയാണ്, സോച്താ രഹാ, ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്താണ്, ഉസ്മേം ഏകായേക് ബദ്ലാവ്, അദ്ദേഹത്തിൽ അങ്ങനെ ഒരു മാറ്റം വന്നത്. ബദ്ലാവ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, മാറ്റത്തിനെയാണ് ബദ്ലാവ് എന്ന് പറയുന്നത്. ക്യോം കറായ, എന്തുകൊണ്ടായിരിക്കും വന്നത്. വഹ ഉദ്ദണ്ഡ് സെ വിനമ്ര കൈസേ ബൻ ഗയ, വഹ ഉദ്ദണ്ഡ് സെ വിനമ്ര കൈസേ ബൻ ഗയ. ഉദ്ദണ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, ഉദ്ദണ്ഡ് ധിക്കാരത്തിനെയാണ് ഉദ്ദണ്ഡ് എന്ന് പറയുന്നത്. ആ ഒരു ധിക്കാരത്തിൽ നിന്നും വിനമ്ര എന്ന് വെച്ചാൽ എന്താണ്, വിനയാന്വിതനായി, അല്ലെങ്കിൽ വളരെ വിനയത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. വഹ ഉദ്ദണ്ഡ് സെ വിനമ്ര കൈസേ ബൻ ഗയ, അദ്ദേഹം ഇത്രയും ധിക്കാരത്തിൽ നിന്നും എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു വിനയത്വമുള്ള ആളായി മാറി. കൈസേ ബൻ ഗയെ, എങ്ങനെ മാറി, വിനയാന്വിതനായിട്ട് അദ്ദേഹം എങ്ങനെ മാറി ഇത്ര പെട്ടെന്ന്, കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. മുട്ടി ഗൾക്കർ ദേഖാത്തോ ഉസ്മേം 20 പൈസേ കാ സിക്ക താ. മുട്ടി ഗൾക്കർ, മുഷ്ടി തുറന്നു നോക്കി. അത്രയും നേരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷം മുട്ടി ഗോൾക്കർ, മുഷ്ടി തുറന്നു നോക്കിയപ്പോൾ ഗോൽക്കർ ദേക്ക, തുറന്നു നോക്കിയപ്പോൾ ഉസ്മേം 20 പൈസേ കാ സിക്ക താ, അതിന്റെ ഉള്ളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, 20 പൈസേ കാ സിക്ക, അതെ, ഒരു 20 രൂപയുടെ നാണയം. സിക്ക എന്ന് വെച്ചാൽ നാണയം, നാണയത്തിനെയാണ് സിക്ക എന്ന് പറയുന്നത്. അങ്ങനെ മുഷ്ടിക്കകത്ത് അത് തുറന്നു നോക്കിയ സമയത്ത് എന്ത് കണ്ടു, 20 രൂപയുടെ ഒരു നാണയമാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. അദ്ദേഹം എന്താണ് അപ്പൊ മുഷ്ടിക്കകത്ത് വെച്ച് പോയത്, അതെ, ഒരു 20 രൂപയുടെ നാണയമാണ് ആ ഭ്രാന്തൻ ഓതറിന്റെ, നമ്മുടെ എഴുത്തുകാരന്റെ ഉള്ളംകൈയിൽ വെച്ച് പോയിട്ടുള്ളത്. ധീരെ ധീരെ ഖുദ്ദി സുലജ്നെ ലക്കി, എന്താണ് ഖുദ്ദി എന്ന് വെച്ചാൽ പ്രോബ്ലം, പ്രശ്നത്തിനെയാണ് ഖുദ്ദി എന്ന് പറയുന്നത്. ധീരെ ധീരെ ഖുദ്ദി സുലജ്നെ ലക്കി, പയ്യെ അല്ലെങ്കിൽ മെല്ലെ പ്രശ്നം സോൾവ് ആയി, പ്രശ്നം പരിഹരിക്കപ്പെടാൻ തുടങ്ങി. കിതാബോं को उसने फेंका नहीं था, കിതാബോं को उसने नहीं फेंका नहीं था, അദ്ദേഹം എല്ലാ കാര്യങ്ങളും, അതെ, പെട്ടിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം വലിച്ചെറിഞ്ഞു. പക്ഷെ എന്ത് മാത്രം വലിച്ചെറിഞ്ഞില്ല, അതെ, കിതാബ്, ബുക്ക് മാത്രം അദ്ദേഹം വലിച്ചെറിഞ്ഞില്ല. അതാണ് പറയുന്നത് കിതാബോं को उसने फेंका नहीं था, അദ്ദേഹം പുസ്തകങ്ങളെ മാത്രം എറിഞ്ഞില്ല. കിതാബേം देखकर अनजाने ही उसके मन में यह बात आई होगी कि ये शायद लिखने पढ़ने वाले आदमी है. കിതാബേം देखकर, പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോൾ, അൻജാനെ ഹി ഉസ്കെ മൻമേം, അറിവില്ല, അയാൾക്ക് എന്ത് തോന്നിക്കാണും, ഉസ്കെ മൻമേം, അദ്ദേഹത്തിന് എന്ത് തോന്നിക്കാണും, യഹ് ബാത് ആയി ഹോഗി, കാര്യങ്ങളൊക്കെ തോന്നിക്കാണും. ഷായത് ലിഖ്നെ പഠ്നെ വാലെ ആദ്മി ഹെ, ഒരു പക്ഷെ എന്തായിരിക്കാം, എഴുത്തും വായനയും ഒക്കെ അറിയുന്ന ആളായിരിക്കാം എന്ന് തോന്നിക്കാണും. ഷായത് ഗുരു ഹെ, ഗുരുവുമാണ്, ഒരുപക്ഷെ ഗുരുവുമായിരിക്കാം എന്ന് തോന്നിക്കാണും. ഉസ് വിക്ഷിപ്ത അവസ്ഥ മേം ബി ഉസ്കെ അവചേതൻ മേം यह संस्कार दबा पड़ा था कि गुरु का तो आदर करना चाहिए. उस विक्षिप्त അവസ്ഥ, ആ ഒരു വിക്ഷിപ്ത എന്ന് വെച്ചാൽ ആ ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ പോലും, ഉസ് വിക്ഷിപ്ത അവസ്ഥമേം, ആ ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ പോലും അദ്ദേഹത്തിന് ഉസ്കെ അവചേതന്മേം, അദ്ദേഹത്തിന്റെ അവബോധമായിട്ടുള്ള മനസ്സ്, അതിനാണ് അവചേതൻ എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സിനെയാണ് എന്ത് പറയുന്നത്, അവചേതൻ എന്ന് പറയുന്നത്. തന്റെ ഉപബോധ മനസ്സിന് എന്ത് തോന്നിക്കാണും, മേ യഹ് സംസ്കാർ ദബാ പടാതാക്കി, ആ ഒരു സംസ്കാരം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും, അമർന്നിരിക്കണം. എന്താണ്, ഗുരുക്കാത്തോ ആദർ കർണ ഷാഹി, അതെ, ഗുരുവിനെ എന്താക്കണം, വന്ദിക്കണം, അല്ലെങ്കിൽ ഗുരുവിനെ ആദരിക്കണം. ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ അമർന്നു കിടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നിയത്. ഓർ യഹ് മാലൂം ഹോനെ പർ കി മേം ശിക്ഷക് ഹൂം,
ഞാനൊരു അധ്യാപകനാണെന്ന് അറിഞ്ഞതിന് ശേഷം എന്താണ് ഉസ്കാ വ്യവഹാർ ഏകായേക് ബദൽ ഗയ, പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം മാറിയത് അല്ലെ. വ്യവഹാർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം. ഞാനൊരു അധ്യാപകനാണ് എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം മാറിയത്. ഉസ്കി വിക്ഷിപ്താവസ്ഥ പർ ഉസ്കെ സംസ്കാരോം നെ ബഡത് പാലി ഥി. എന്താ ഉസ്കി വിക്ഷിപ്താവസ്ഥ പർ ഉസ്കെ സംസ്കാരോം നെ ബഡത് പാലി ഥി. എന്താണ് ഉസ്കി വിക്ഷിപ്താവസ്ഥ, അദ്ദേഹത്തിന്റെ ഈ ഭ്രാന്തമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ വിക്ഷിപ്താവസ്ഥ, അതെ ഭ്രാന്തമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലും അദ്ദേഹത്തിന്റെ സംസ്കാരം എന്താ ബഡത് പാലീധി, അത്രയും ഉയർന്നാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത്രയും വലിയൊരു സംസ്കാരം, അതായത് ഗുരുവിനെ ആദരിക്കണം, ഗുരു ദൈവതുല്യനാണ് എന്നുള്ള ഒരു വലിയ കാര്യമാണ് അമർന്നിരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വ്യവഹാർ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ പെട്ടെന്നൊരു മാറ്റം വന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. शिक्षक दिवस के अवसर पर पूरे देश में अनगिनत शिक्षकों का सम्मान किया जाता है. शिक्षक दिवस के अवसर पर, അതായത് ശിക്ഷക് ദിവസ് എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചേഴ്സ് ഡേ, അധ്യാപക ദിനത്തിനാണ് എന്ത് പറയുന്നത് ശിക്ഷക് ദിവസ് എന്ന് പറയുന്നത്. അതെ, ഈ അധ്യാപക ദിനത്തിൽ എന്താണ് ഈ ഒരു അധ്യാപക ദിനത്തിന്റെ അവസരത്തിൽ പൂരേ ദേശ് മേ അൻഗിനത് ശിക്ഷകോം കാ സമ്മാൻ കിയാ ജാത്താ ഹൈ. അത് എണ്ണാൻ പറ്റാത്ത അത്രയും, ഒരുപാട് ദേശത്ത് നിന്നും എണ്ണാൻ പറ്റാത്ത അത്രയും ശിക്ഷകോം കാ സമ്മാൻ കിയാ ജാത്താ ഹൈ. എന്താ കുട്ടികളുടെ അടുത്ത് നിന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, അധ്യാപകന് പലതരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. മേരെ ഷഹർ മേ മേരാ ഭി കയി ബാർ സമ്മാൻ ഹോ ചുക്കാ ഹൈ. എന്താ എന്റെ പട്ടണത്തിൽ നിന്ന് പോലും മേരാ ഭി കയി ബാർ, എനിക്കും എന്താ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലേക്കിൻ ഉസ് രാത് കോ, പക്ഷേ എന്താ ആ രാത്രിയിൽ, ഉസ് രാത് കോ ആ രാത്രിയിൽ, ഭയ ഓർ ആതങ്ക് കെ സായേ മേം ഹി, ആ ഒരു ഭയത്തിന്റെയും ആതങ്ക് ഭീകരതയുടെയും അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന, അതാണ് ആതങ്ക് എന്ന് പറയുന്നത്. ആ ഒരു പേടിപ്പെടുത്തുന്ന ആ രാത്രിയിൽ और आतंक के साये में ही सही मुझे जो सम्मान मिला, ആ ഒരു രാത്രിയിൽ എനിക്ക് ലഭിച്ച ആ ഒരു സമ്മാനം വഹ അപൂർവത, അത് വളരെ അപൂർവമായിരുന്നു. അന്നത്തെ രാത്രി എനിക്ക് ലഭിച്ച ആ ഒരു സമ്മാനം അല്ലെങ്കിൽ ആ ഒരു രാത്രി എന്ന് പറയുന്നത് എന്താണ് അത്രയ്ക്ക് അപൂർവമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. मैंने कभी नहीं सोचा था कि एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा. मैंने കബി നഹി സോച്ച, ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, ഞാൻ ഒരിക്കലും എന്താ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. എങ്ങനെ ഏക് ശിക്ഷക് രൂപം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് മേരാ സർവശ്രേഷ്ഠ സമ്മാൻ, എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബഹുമതി, ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും ഒരു അംഗീകരിക്കുന്ന ഒരു സമ്മാനം, ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം എന്താ ഇസ് പ്രകാർ ഹോക, ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് പറയുന്നത്. ഇസ്കെ ബാദ് മുझे കച്ചി സി നീന്ദ് പട് ഗയി. എന്താ ഇസ്കെ ബാദ് മുझे കച്ചി സി നീന്ദ് പട് ഗയി, ഇതിന്റെ ശേഷം എനിക്ക് എന്താ കച്ചി സി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഉറക്കം ലഭിച്ചു. എനിക്ക് നല്ല രീതിയിൽ ഇതിന്റെ ശേഷം എന്താ ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് എന്താ നല്ല ഉറക്കം ലഭിച്ചു, നല്ല രീതിയിലുള്ള ഉറക്കം ലഭിച്ചു. സബേര ഹുവ, വീണ്ടും നേരം പുലരാണ് അല്ലെ, വീണ്ടും നേരം വെളുത്തു. ബിക്കരെ സാമാൻ കോ ഫിർസെ പിട്ടുമേൻ ജമാത്തെ ഹുയെ, ബിക്കരെ സാമാൻ കോ ഫിർസെ പിട്ടുമേൻ ജമാത്തെ ഹുയെ, അങ്ങനെ തെറിപ്പിച്ചിട്ടുള്ള വിതറി ഇട്ടിട്ടുള്ള ആ സാധനങ്ങളെല്ലാം എന്താ സാമാൻ കോ ഫിർസെ പിട്ടുമേൻ ജമാത്തെ ഹുയെ, എല്ലാം ഓരോന്നായിട്ട് എന്താ പെട്ടീന്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് ജമാത്തെ ഹുയെ ചോട്ടുനെ കഹ, ചോട്ടു എന്ത് പറഞ്ഞു, എല്ലാ സാധനങ്ങളും ആ ഭ്രാന്തനായിട്ടുള്ള ആള് വലിച്ചെറിഞ്ഞു പോയിട്ടുള്ള എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെച്ചുകൊണ്ട് ചോട്ടു പറയാണ് അല്ലെ. പുറത്തിട്ട എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കുമ്പോൾ ചോട്ടു തിരിച്ചു പറയാണ് ആരോട്, അതെ നമ്മുടെ അതെ റൈറ്ററോട് പറയാണ്. എന്താ പറയുന്നത്, ഉസ്നെ ഹമാരി കാനി കൗടി തക് നിഹിലി, അദ്ദേഹം നമ്മുടെ ഒരു ചില്ലിക്കാശ് പോലും എടുത്തിട്ടില്ല. കാനി കൗടി എന്ന് വെച്ചാൽ ചില്ലിക്കാശ്, അദ്ദേഹം നമ്മുടെ ഒരു ചില്ലിക്കാശ് പോലും എന്താ എടുത്തിട്ടില്ല. ദർവാസ ഗോൽക്കർ ഹം ബാഹർ ആയേ, എന്താ
വാതില് തുറന്നിട്ട് ദർവാസ ഞങ്ങൾ വാതില് തുറന്നിട്ട് ഖോൽക്കർ തുറന്നുകൊണ്ട് ഹം ബാഹറായി ഞങ്ങൾ പുറത്തോട്ട് വന്നു. വാതില് തുറന്നുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് വന്നു. ദർവാസ ഖോൽക്കർ ഹം ബാഹറായേ വാതില് തുറന്ന് ഞങ്ങൾ പുറത്തു വന്നു. പഡോസ് കെ യുവക് സെ കഹ, പഡോസ് കെ യുവക് സെ, പഡോസ് എന്ന് പറഞ്ഞാല് അയൽവാസി, അയൽപ്പക്കത്തുള്ള ആ ഒരു യുവാവ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ആ യുവാവിനോട് പറയാണ്, എന്താ പറയുന്നത്? രാത് കോ ഏക് പാഗലിനെ ഹമേ ബഹുത് പരേഷാൻ കിയാ, രാത്രി ഒരു ഭ്രാന്തൻ വന്നിട്ട് എന്താ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. പരേഷാൻ വളരെയേറെ ബുദ്ധിമുട്ടിച്ചു. പരേഷാൻ ബുദ്ധിമുട്ടിപ്പിച്ചു. ഗണ്ടേ ഠേഡ് ഗണ്ടേ തക് ഹമേ ഡരാത്ത ധംകാത്ത രഹ, എന്താ ഒരു 1.5 മണിക്കൂർ ഗണ്ടേ തക് ഹമേ ഡരാത്ത ധംകാത്ത രഹ, ഡരാത്ത ധംകാത്ത പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരു 1.5 മണിക്കൂർ അദ്ദേഹം എന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. വ ഹമേ പീഡിപ്പി സക്തത, അദ്ദേഹം ഞങ്ങളെ പീഡിപ്പിക്കുക വരെ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആരോടാണ് ഇതൊക്കെ പറയുന്നത്? അതെ, അയൽവക്കത്തുള്ള ഒരു യുവാവിനോടാണ് പറയുന്നത്. അയൽവക്കത്തുള്ള ഒരു യുവാവിനോട് പറയാണ്, രാത്രി ഒരു ഭ്രാന്തൻ വന്നു. രാത്രി നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ് അല്ലെ. അപ്പൊ പറയാണ്, രാത്രി ഇങ്ങനെ ഒരു ഭ്രാന്തനായിട്ടുള്ള ആൾ വന്നു. അദ്ദേഹം ഞങ്ങളെന്താ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചു. ഞങ്ങളെന്താ ഒരു 1.5 മണിക്കൂറോളം ഭീഷണിപ്പെടുത്തി. പിന്നെന്താ ഞങ്ങളെ പീഡിപ്പിക്കുക വരെ ചെയ്തു. കാര്യങ്ങളൊക്കെ ആ ഒരു യുവാവിനോട് ഇവര് രണ്ടുപേരും കൂടി പറയാണ് ചെയ്തത്. വേ മേരെ പിതാഹേ, അതെന്താണ്? ഒരു വേറൊരു ഇത് വരികയാണ് അല്ലെ, ട്വിസ്റ്റ് വരികയാണ് അല്ലെ. ട്വിസ്റ്റ് വരികയാണ്. എന്താണ്? വേ മേരെ പിതാഹേ, അദ്ദേഹം ആരാണ്? എന്റെ അച്ഛനാണ്. ഈ പറഞ്ഞിട്ടുള്ള ഈ യുവാവിന്റെ അച്ഛനാണ്. ആര്? ആ ഭ്രാന്തനായിട്ടുള്ള ആള് അല്ലെ. വേ മേരെ പിതാഹേ, അദ്ദേഹം എന്റെ അച്ഛനാണ്. പാഗൽപ്പൻ കാ ദൗര പഠിത്താ ഹേ, എന്താ ഭ്രാന്തിന്റെ ലക്ഷണങ്ങളൊക്കെ എന്താ കാണിക്കുന്നുണ്ട്, പ്രകടിപ്പിക്കുന്നുണ്ട്. പഠിത്താ ഹേ, ഭ്രാന്തിന്റെ ലക്ഷണങ്ങളൊക്കെ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്താ പ്രകടിപ്പിക്കുന്നുണ്ട്. തബി ഐസി ഹർക്കത്തേം കർത്തേ ഹേ, ഹർക്കത്തേം എന്താണ്? തബി ഐസി ഹർക്കത്തെ, അങ്ങനത്തെ കുറച്ച് ചേഷ്ടകളൊക്കെ, ഭ്രാന്തിൻ്റെതായിട്ടുള്ള കുറച്ച് ചേഷ്ടകളൊക്കെ കാണിക്കുന്നുണ്ട്. പർ കിസിക്കോ മാർത്തേ നഹി, പക്ഷെ എന്താ ഇതുവരെ ആരെയും അടിച്ചിട്ടോ തല്ലിയിട്ടൊന്നും ഇല്ല. വൈസേ വേ യഹാൻ നഹി രഹത്തെ, അദ്ദേഹം എന്താ ഇവിടെ ആയിരുന്നില്ല താമസിച്ചിരുന്നത്. അദ്ദേഹം ഇവിടെ ആയിരുന്നില്ല താമസിച്ചിരുന്നത്. മണ്ഡിദ്വീപ് മേ മേരെ ഭായിയോം കെ പാസ് രഹത്തെ ഹേ, മണ്ഡിദ്വീപ് ഒരു സ്ഥലത്തിന്റെ പേരാണെന്ത്? മണ്ഡിദ്വീപ്. മണ്ഡിദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് മേരെ ഭായിയോം കെ പാസ് രഹത്തെ ഹേ, എന്റെ സഹോദരന്റെ അടുത്തായിരുന്നു അദ്ദേഹം നിന്നിരുന്നത് അല്ലെങ്കിൽ താമസിച്ചിരുന്നത്. കൽ രാത് കോ ഹി ആയേ ഹേ, ഇന്നലെ രാത്രിയാണ് എന്താ അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. അതാണ് പറയുന്നത്. ഹമാരി മദത് കെ ലിയെ തും ആയേ ക്യോം നഹി, ഹമാരി മദത് കെ ലിയെ തും ആയേ ക്യോം നഹി. അപ്പൊ ചോദിക്കാണ്, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്റെ അച്ഛനാണ്. പിന്നെന്താ അച്ഛൻ ഇവിടെ ആയിരുന്നില്ല താമസം, മണ്ഡിദ്വീപിലുള്ള എന്റെ സഹോദരന്റെ അടുത്തായിരുന്നു അച്ഛൻ താമസിച്ചു കൊണ്ടിരുന്നത്. അതായത് ഭ്രാന്തിന്റെ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ ഇതുവരെയും ആരെയും ഒന്നും തല്ലിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഈ യുവാവ് പറയാണ്, ഇവരോട് രണ്ടുപേരോടും പറയാണ്. അപ്പൊ ഈ രണ്ടുപേരും എന്താ തിരിച്ചു ചോദിക്കാണ്, യുവാവിനോട് ചോദിക്കാണ്. എന്താ ചോദിക്കുന്നത്? ഹമാരി മദത് കെ ലിയെ തും ആയേ ക്യോം നഹി. മദത് എന്ന് വെച്ചാൽ എന്താ? സഹായം. അതെ, ഞങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങൾ വരാഞ്ഞത്? ഞങ്ങളൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താ നിങ്ങളൊന്നും വരാതിരുന്നത്? അങ്ങനെ ചോദിക്കാണ്. എന്തുകൊണ്ടാണ് നീ വരാതിരുന്നത് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ചോദിക്കാണ്. മേ ഗേത് പർ സോയാധ, പാവലെ എന്താ മേ ഗേത് പർ സോയാധ, ഞാന് പാടത്ത് ആ ഒരു എന്താണ് കൃഷിയിടത്ത് കിടന്നിട്ട് ഉറങ്ങി. സോയാബീൻ കട്ട് രഹാഹെ, എന്താ സോയാബീൻ കട്ട് ചെയ്യലായിരുന്നു. അബി ആയാഹും, ഞാൻ എന്താ സോയാബീൻ കട്ട് ചെയ്യുകയായിരുന്നു. ഇപ്പോഴാണ് വന്നത്. എന്താ പാടത്ത് സോയാബീൻ കട്ട് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സോയാബീൻ കട്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത് അല്ലെ. അപ്പൊ പറയാണ് സോയാബീൻ കട്ട് രഹാഹെ അബി ആയാഹും, ഞാൻ പാടത്ത് സോയാബീൻ കട്ട് ചെയ്യായിരുന്നു, ഇപ്പോഴാണ് വന്നത്. അപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ അറിയുന്നത്. അതാ പറഞ്ഞത്, ഞാൻ ഇന്നലെ പാടത്തായിരുന്നു കിടന്നുറങ്ങിയത്. ഇത്രയും കാര്യങ്ങൾ അവൻ പറയാണ്. ആപ്കെ യഹാൻ സെ ആനെ കെ ബാദ് വേ ചബൂത്തരെ ചലേ ഗയേ, ആപ്കോ യഹാൻ സെ ആനെ കെ ബാദ്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നെന്താ വേ ചബൂത്തരെ ചലേ ഗയേ, അദ്ദേഹം പോയി. എങ്ങോട്ട് പോയി? ആ കൃഷിയിടത്തേക്ക് പോയി. അബി വഹി ഹെ, ഇപ്പോൾ എവിടെയുണ്ട്? അവിടെയുണ്ട്, അവിടെയാണ് അദ്ദേഹം ഉള്ളത്.
ഹമാര രാസ്ത ചബൂത്തരെ സെ ഹോക്കർ ജാത്താ. ഞങ്ങള് ആ ഒരു വഴി എങ്ങോട്ട് പോയി? രാസ്ത ചബൂത്തരെ സെ ഹോക്കർ ജാത്താ. ഞങ്ങളും ആ കൃഷിയിടത്തിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഹം വഹാം സെ നിക്കലെ തോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ, ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ, വഹ് വഹാം ഗഡാമില. അദ്ദേഹം അവിടെ നിൽക്കുന്നത് കണ്ടു. വഹ് വഹാം ഗഡാമില. അദ്ദേഹം അവിടെ നിൽക്കുന്നത് കണ്ടു. ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹീ ദിയ. ഞങ്ങൾ എന്താ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാത്ത പോലെ നിന്നു. ധ്യാൻ അവരെ ശ്രദ്ധിക്കാത്ത പോലെ, അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാത്ത പോലെ നിന്നു. അല്ലെങ്കിൽ എന്താ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചില്ല, ആ ഒരാളെ, ആ ഭ്രാന്തനെ കാണാത്ത പോലെ നിന്നു. തബി നീച്ചെ ഉതർക്കർ. തബി നീച്ചെ ഉതർക്കർ. അപ്പോൾ എന്താ താഴോട്ട് ഇറങ്ങി വന്നിട്ട്. നീച്ചെ ഉതർക്കർ എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങി വരിക. അതിനാണ് നീച്ചെ ഉതർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം താഴോട്ട് ഇറങ്ങി വന്നിട്ട് എന്താ ചെയ്തത്? ഗുട്ടനവും കെ ബൽ ജുക്കർ. ഗുട്ടനവും എന്ന് വെച്ചാൽ മുട്ടിനെയാണ് എന്ത് പറയുന്നത്? ഗുട്ടനവും എന്ന്. കാലിന്റെ മുട്ടിനെയാണ് ഗുട്ടനവും എന്ന് പറയുന്നത്. ഗുട്ടനവും കെ ബൽ ജുക്കർ. കാലിന്റെ മുട്ടിന് ബലം കൊടുത്തിട്ട് മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? ഉസ്നെ മേരെ പാവ് ചുയെ. അദ്ദേഹം എന്റെ കാല് തൊട്ടു. കാല് രണ്ടും തൊട്ടു. പാവ് ചുയെ, കാല് തൊട്ടു. ഗുരുദേവ് പറയാണ്, എന്താ വിളിക്കുന്നത്? ഗുരുദേവ്, ഗുരുദേവ. ബഹുത് ഷർമിന്ദ ഹും. വളരെ ലജ്ജ തോന്നുന്നു. ഷർമിന്ദ എന്ന് വെച്ചാൽ എന്താ? ലജ്ജ. ലജ്ജയ്ക്കാണ് എന്ത് പറയുന്നത്? ഷർമിന്ദ. വളരെ ലജ്ജ തോന്നുന്നു. ഗുരുദേവ, എനിക്ക് വളരെ ലജ്ജ തോന്നുന്നു. ക്യാ കർത്ത. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി എന്തു ചെയ്യാനാണ്? ധൗരാജോ പടാധ. തെറ്റാണ് പറ്റി പോയത്. ധൗരാജോ പടാധ ഉസ്കെ ചേഹ്രെ പർ പച്താവാദ. വളരെ വലിയൊരു തെറ്റാണ് പറ്റിപ്പോയത്. ഉസ്കെ ചേഹ്രെ പർ പച്താവാദ. അദ്ദേഹത്തിന്റെ മുഖത്തെന്താ? ചേഹ്രെ പറഞ്ഞാൽ മുഖം. മുഖത്ത് വളരെ പശ്ചാത്താപം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെയേറെ പശ്ചാത്താപം ഉണ്ടായിരുന്നു. ആങ്കോമേം ആംസു. കണ്ണുകളിൽ എന്താ? കണ്ണുനീരും ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെയേറെ പശ്ചാത്താപവും കണ്ണുകളിൽ വളരെയേറെ കണ്ണുനീരും ഉണ്ടായിരുന്നു. മേനെ കഹ. ഞാൻ എന്തു പറഞ്ഞു? ബായി തും നഹി ജാൻതേ കി തുമ്നെ ഗുരുവോം കാ കിത്നാ മാൻ ബഡായാ ഹെ. ബായി, സഹോദര, നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾ എന്താ ഗുരുക്കന്മാർക്ക്, അതായത് അധ്യാപകർക്ക് എത്രത്തോളം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന്, അല്ലെങ്കിൽ എന്താ ഗുരുക്കന്മാരെ എത്ര വലിയവരായിട്ടാണ് കാണുന്നത് എന്ന് നിങ്ങൾ പോലും അറിയുന്നില്ല. അല്ലെങ്കിൽ എന്താ ഗുരുവിന്റെ പ്രാധാന്യം എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ല. കിസി ഏക് ഗുരു ഖാ നഹി. അതായത് ഒരു ഗുരുവിന്റെ എന്നല്ല, അതായത് കേവലം ഒരു ഗുരുവിന്റെ എന്നല്ല, അതായത് എനിക്ക് എന്നല്ല. തമാം ഗുരുവും ക. അതായത് എല്ലാ, തമാം എന്ന് വെച്ചാൽ മുഴുവനായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും മഹത്വമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അറിയാൻ പറ്റിയത്. ഇസ്കെ സാത്ത് ഹി ഹം ആഗെ ബഡ് ലിയേ. ഇസ്കെ സാത്ത് ഹി ഹം ആഗെ ബഡ് ലിയേ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഓർ ഹാം എന്താ? പിന്നെ എന്താ? ഓർ ഹാം വഹ് സിക്ക ആജ് ഭി മേരെ പാസ് ഹേ. പിന്നെ എന്താണ്? വഹ് സിക്ക. അന്ന് അദ്ദേഹത്തിന്റെ മുഷ്ടിക്കുള്ളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സിക്ക, ആ മുഷ്ടിക്കകത്ത് വെച്ചിട്ടുള്ള ആ 20 രൂപ, ഒരു 20 രൂപയുടെ നാണയം, ആ ഒരു നാണയം, സിക്ക നാണയം എന്താ? ആജ് ഭി മേരെ പാസേ. ഇന്നും എന്താ? എന്റെ കൈവശമുണ്ട്. കാരണം എന്തായിരിക്കും? അതെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്താ അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് ആണ് നടന്നത്, അല്ലെ? അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറിൽ അത്രയും വലിയൊരു സംഭവം, അതായത് ഇത്രയും കാലത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് അത്രയും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്, അല്ലെ? അതുകൊണ്ട് തന്നെ എന്താ അദ്ദേഹത്തിന് അത് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് ഇന്നും അന്ന് നടന്നിട്ടുള്ള, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അന്ന് നടന്നിട്ടുള്ള ആ ഒരു കാര്യം എന്താ അദ്ദേഹം ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സൂചകമായിട്ടാവും എന്ത്? അതെ, ആ ഒരു 20 രൂപയുടെ ആ നാണയം അദ്ദേഹം ഇന്നും ഇപ്പോഴും എന്താ പറയുന്നത് സൂക്ഷിച്ചിരിക്കുന്നത്, അല്ലെ? ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്നും ആ ഒരു നാണയം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താ ഈ ഒരു പാഠത്തിൽ, റെയിൻ ബസേരെ മേം എന്നുള്ള ഈ ഒരു പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗുരുവിന്റെ മഹത്വം, അല്ലെങ്കിൽ എന്താ യാത്രകൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും നല്ല രീതിക്ക് ഈ ഒരു ഭാഗം പഠിക്കണം. നല്ല രീതിക്ക് കുറെ ഓർത്തു വെക്കേണ്ട പോയിന്റ്സ് ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. രചന ഏത് തരത്തിലുള്ള രചനയാണ്, ആരാണ് എഴുതിയിട്ടുള്ളത്,
അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ ഏതൊക്കെയാണ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ ഓർത്ത് വെച്ച് നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്നും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. ഇനി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാ കാര്യങ്ങളുമായിട്ട് അടുത്ത ഒരു പാർട്ടുമായിട്ട് വരുന്നതാണ്. അതുവരെ താങ്ക് യു ഓൾ, ബൈ.